ഉഷാറല്ലേ? ഫുഡ് കഴിച്ചോ? അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. എൻ്റെ പേര് ആയിഷ ഫിബി. ഞാൻ HR ഡിപ്പാർട്ട്മെന്റിലെ ഇന്റേൺ ആണ്. അപ്പോൾ ഈ മാസത്തിലെ ഐഫറിന്റെ മന്ത്ലി മീറ്റിംഗിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പോ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഗെയിം ആയിട്ട് തുടങ്ങിയാലോ? ഓക്കെ, ഇന്നുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ഇടയില് ഒരാളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആരാ 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 ഒരാൾ കൂടി ഇല്ലേ? ആരാ ആരാ അശ്വനി കൂടെ വരും. അശ്വനി കൂടെ വരും. അശ്വനി എന്താ വിളിക്കണം? അങ്ങോട്ട് ആയോ? മേഘന ഉണ്ടോ? മേഘന മേഘന വന്നിട്ടില്ല. അപ്പൊ ഒന്നുകൂടി റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതേത് പാട്ടാണോ? സോ നമുക്ക് ഫസ്റ്റില് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ HR എക്സിക്യൂട്ടീവില് വന്നിട്ടുണ്ടായിരുന്ന ഇന്റേൺ ആണ്. അപ്പം HR ഇന്റേൺ ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നിവേദന സെറ്റ് അല്ലേ? സോ ചെറിയൊരു ഗെയിമാണ്, കണ്ട് പരിചയമുള്ള ഗെയിം തന്നെയാണ്. കുറച്ച് ഇമേജസ് വെച്ചിട്ട് നമുക്കൊന്ന് പാട്ട് പാടാം. 2 ടീമുണ്ട്, 2 സൈഡിലായിട്ട്. അപ്പം ഏത് ടീമിൽ നിന്നാണോ പാടുന്നത് അവർക്ക് കൈ പൊന്തിക്കുക, ടീം പാടുക. ഈ ഒരു സൈഡാണ് ആൻസർ പറയുന്നതെങ്കിൽ ടീമിലുള്ള എല്ലാവരും ഒന്നിച്ച് പാടാം. നമുക്ക് അറിയുന്ന പാട്ടുകളാണ്. ഓക്കെ, സിമ്പിൾ ആണ്. സെറ്റ് ആണ്. തുടങ്ങാം. നിവേദന. 2 സൈഡിലാണ് ഗെയിം വരുന്നത്. സിമ്പിൾ പാട്ടാ, സിമ്പിൾ. ഇവിടെ ശ്രീഷ്മ അവിടെ കൈ പൊന്തിച്ചിട്ട് പാടാം. പറഞ്ഞു പാട്ട് തോന്നുന്നു. പാടിക്കോ. അത് പാടണം. പിന്നെന്താ ഈ സൈഡിൽ ആർക്കും അത് പാടാൻ പറ്റോ? അങ്ങനെയാണെങ്കിൽ അഫ്സൽ പാടുന്നവരോട് അഫ്സൽ പറയുന്നു. എല്ലാരും കൂടെ പാടിക്കോളൂ. അശ്വതി, എല്ലാരും കൂടെ പാടിക്കോളൂ. പാടുണ്ടോ? ഒരു മൈക്ക് അവിടെ കൊടുക്കും, ബാക്കിലും കൊടുക്കും. ഒരു പാട്ട് പാടുക. 1 2 3 സ്റ്റാർട്ട്. ടീമാണ് ഈ സൈഡ് ഫുൾ ഒരു ടീമാണ്. അപ്പൊ ടീമിനാണ് സ്കോർ വരുന്നത്. ഈ ഒരു സൈഡ് ഫുൾ ഒരൊറ്റ ടീമാണ്. ഓക്കെ, കൈ പൊന്തിക്കുക, എന്നിട്ട് പാടാം. നെക്സ്റ്റ്. ഓ, ഇത് സിമ്പിൾ. കൈ പൊന്തിക്കുക, പാടാം. സിമ്പിൾ. അപ്പൊ പാടിക്കോ. യെസ്, അഗൈൻ 2 സ്കോർ. അടിപൊളി. നെക്സ്റ്റ്. അടുത്തത് പിക്ചർ അല്ല, നമുക്കൊരു മലയാളം സോങ് ആണ്. ഈ മലയാളം സോങ്ങിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഈ പാട്ട്. ഇവിടുത്തെ ഒരു ചാൻസ് കിട്ടാൻ ഓർക്ക് പാടണം. താളം
കിട്ടി. കുറച്ച് 2-1 നോക്കാം. 2-1. എന്നെ ഇന്നും വന്നില്ല, എന്നോടൊന്നും കണ്ടില്ല, അയലാലും വീട്ടും ജനകൻ സ്വപ്നം കാണും ആകാശത്തെ പിന്നിക്കിന്നടൻ. മണിവിളക്കിലങ്ങട കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? മണിവിളക്കിലങ്ങട കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്? പാട്ട് വന്ന സഫാൻ ചൂടോടെ വന്ന് നല്ലൊരു പാട്ട്. സഫാൻ നല്ലൊരു മന്ത്ലി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കലാകാരന്മാരെ കൂടി പുറത്തെടുക്കാനുള്ള ഒരു അവസരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മുടെ സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ എക്സലൻസിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഹിഡൻ ടാലന്റ് ആണ് നമ്മുടെ സഫാൻ. ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് വേണം ചോദിക്കാട്ടോ, അതൊക്കെ പാടിത്തരും ഇല്ലേ? ഏതും എന്നിട്ട് ബാക്കി നിന്റെ പരിപാടി ഇതിപ്പോ എവിടെ പിടിക്കാലേ? അര വരെ ഇനി ആള് വരാണ്ടോ? അല്ല അര വരെ അല്ല ഇത് കയ്യിലത് പിടിച്ചില്ല. നിങ്ങൾക്ക് 2 വീഡിയോസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഹലോ. ആകാശം പോലെ അകലെ അരികത്താൻ ഉയരെ ദൂരത്തോ ഉയിരിഞ്ചാരത്തോ അനുരാഗത്തീയെരിയുമ്പോൾ നാം ഉണരാതെ അറിയുന്ന മഴയുള്ള രാവിൻ്റെ കൊതിയാണു നീ. തൂമഞ്ഞായി നിന്നു വെയിലായി ഞാൻ വന്നു, ഒരു ശ്വാസക്കാറ്റിൽ പൊലിയാമെന്നോർത്തു. അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാക നിറമുള്ള കനവാണു നീ. ആഹാ അനീസ്ക പാടുന്നതാണ് അനീസ്ക പറയുന്നത് അടുത്തതായിട്ട്. സോ നമുക്ക് അടുത്തായിട്ട് പാട്ട് പാടാൻ വരുന്നത് സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ എക്സലൻസിന്റെ ഹെഡ് ആയിട്ടുള്ള വൃന്ദയാണ്. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബെറ്റർ യുന്റെ ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്രൂവിലുണ്ടായിരുന്ന ആളുകളെ കൂടെ വൃന്ദപ്പം മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിന് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അജിക ആയിരുന്നു, അതിന് ജാസി ഉണ്ട്, നസ്രീൻ ഉണ്ട്. അതിന് ആ ഒരു ടീമിന് തന്നെ ഒരു നല്ല കയ്യടി കൊടുക്കാം. ആ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണാം, കാരണം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഷെയർ ചെയ്യാൻ തോന്നും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. സോ വൃന്ദ പെയ്ഡ് ആയിട്ട് പറയിപ്പിച്ചതല്ല എന്നും കൂടെ അജയ് പറയാൻ വന്നിട്ടുണ്ട്. നല്ലൊരു വൈബിള് ഒരു വൈബിള്ള പാട്ട്, വയറുവേദന ഒരു വൈബിള് പഠനമുണ്ട്. അടുത്തത്
ഞാൻ കൂടെ നിന്നേരാ ഇങ്ങനെയൊക്കെ എന്റെ ടീമിനെ പരിചയപ്പെടുക രസം മഴയേ തുമഴയേ വാഹനം തൂവുന്ന പൂങ്കുളിര് കണ്ടുപോയെന്റെ കണ്ണീറങ്ങുന്നോർമ്മയിലെ പെയ്തിറങ്ങുന്നോർമ്മയിലെ പീലി നിർത്തിയ കാതലേ മഴക്കാലം മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ആനറിഞ്ഞേ പറയാനും വാനം തൂവുന്ന കുളിര് വാനം അപ്രിഷിയേറ്റ് ഓൾറെഡി ചെയ്തില്ല. പിന്നെ ഒരു കാര്യം പറയാം, വെറ്ററിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മുടെ എന്താ പറയാ ഭയങ്കര പ്രതീക്ഷയുള്ള നമ്മളൊരു പ്രൊജക്റ്റാണ്. അപ്പൊ അതിന്റെ വീഡിയോ, നമ്മൾ ക്രിയേറ്റീവ് വീഡിയോ കുറേ ആയി നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അജയ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല അതില് ആക്ട് ചെയ്തിട്ടുള്ള ഇപ്പൊ ജാസി ആണെങ്കിലും അതേപോലെ നസ്രി, പിന്നെ മാത്രമല്ല അതിന്റെ ഫുൾ ടീമിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള ശില്പ, പിന്നെ അതുപോലെ അതിനുള്ള ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്ത സെവാനും, അതേപോലെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും. പിന്നെ മാത്രമല്ല അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ട്വിങ്കിളും മിനയും ആയിരുന്നു. സോ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. താങ്ക് യു. പിന്നെ അതിന് വോയിസ് ആക്ടർ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജസീർക്കയാണ്. വാവ്. പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബച്ചീനെ കോൺടാക്ട് ചെയ്യാനാണ് നമ്മൾ ആ വീഡിയോ ശരിക്കും ഇറക്കിയത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ മന്ത്ലി മീറ്റിംഗിലേക്ക് തിരുമ്പി വരാൻ. ഓക്കെ, അപ്പൊ അടുത്തതായി എല്ലാ മാസത്തെ പോലെ മന്ത്ലി അപ്രിസിയേഷൻ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്.
ട്വിങ്കിള് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പെർഫോമേഴ്സ് ട്വിങ്കിളിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഈ മാസത്തെ സ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ട്വിങ്കിള് 100% ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിയോണ്ട് ടാർഗറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ട്വിങ്കിൾ വർക്ക് ചെയ്യുക. അതായത് നമ്മളൊരു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിങ്കിൾ അത് 30-നുള്ള എഫേർട്ട് ഇട്ടിട്ട് 35-ലോട്ട് എത്തിക്കും. അപ്പൊ ആ ഒരു എഫേർട്ട് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു. അപ്പൊ പ്രസന്റ് കൊടുക്കാനായിട്ട് വിനീഷിനെ ക്ഷണിക്കുന്നു. പെർഫോമൻസ് കഴിഞ്ഞാൽ വീഡിയോ ലോഞ്ച് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രൊഡക്റ്റ് ലോഞ്ച് അത് ഇപ്പം എല്ലാം ടിക്ടോക്കിന് കൊടുക്കാം. ഹായ്, ഇസാനെ പൊതുവെ നിങ്ങളാരും ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ കാണാറുണ്ടാവില്ല. ഐ മീൻ കുറെ കാലത്തിന് ശേഷമാണ് ആള് ഇവിടെ വരുന്നത്, ഐ മീൻ ബെസ്റ്റ് പെർഫോമറായി വരുന്നത്. ഈ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ ആൾക്കാരും ഈ ബാക്ക് സ്റ്റേജിൽ വർക്ക് എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇസാന. ഇസാനന്റെ റോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്ന ഓരോ ഫീച്ചറും A to Z കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്തിട്ട് അത് എറർ ഫ്രീ ആക്കി വരുത്തുക എന്നുള്ളതാണ് ഇസാനന്റെ ഒരു റോള്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വീണ്ടും ടീമിൻ്റെ അടുത്ത് പറയും, ഇഷ്യൂ ഉണ്ട്, റെഡി ആയിട്ടില്ല, വീണ്ടും വർക്ക് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരുന്ന ഫീച്ചേഴ്സും ആപ്പും എല്ലാം A to Z ടെസ്റ്റ് ചെയ്യുന്നത് ഇസാനയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു പുതിയൊരു വേർഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഇസാനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസാന കഴിഞ്ഞ മന്തിലെ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ളത്. പ്രസന്റ് നൽകാനായിട്ട് ജസീദ് ഖാനെ ക്ഷണിക്കുന്നു. ഞാൻ കണ്ടു. ശരി. സൈനോരയുടെ സൈനോര അതാണ്ട് സൈനോര വാ. അപ്പം അനീസ്ക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു അക്കൗണ്ടബിലിറ്റി എന്നുള്ളത്. അപ്പം ആളെ തവണ സെലക്ട് ചെയ്തത് ആളുടെ ഡാറ്റ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ബേസിലും കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് പ്രസന്റ് നൽകാനായിട്ട് ഫഹൻ ഖാനെ വിളിക്കുന്നു. കണ്ടപ്പോ പിന്നെ അടുത്തത് സേനുലാബ് സേനുലാബിനെ വിളിക്കുന്നു. സേനുക്കാനെ വിളിക്കുന്നു പറഞ്ഞോ. റാഷിദ അവൾ ചെയ്ത വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും
പ്രത്യേകമായിട്ട് എഫേർട്ട് എടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ക്രിട്ടിക്കൽ ഫീഡ്ബാക്കുകൾ പേഴ്സണലി ഷെയർ ചെയ്യുന്ന ആളാണ്. പ്രസന്റ് നൽകാനായിട്ട് സീൻകാലം ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മുർഷിദ വന്നിട്ട് ഇപ്പോൾ 2 months ആയി. മുർഷിദ നമ്മുടെ വീഡിയോ എഡിറ്ററാണ്. യൂഷ്വലി മുർഷിദനെ ടീ ബ്രേക്കിനും ലഞ്ച് ബ്രേക്കിനും മാത്രമേ പുറത്ത് കാണാറുള്ളൂ. ബാക്കി എല്ലാ സമയം ഒരു ഹ്യൂമൻ റോബോട്ട് പോലെ ഇരുന്നിരിപ്പിൽ നമ്പർ ഓഫ് വീഡിയോസിൻ്റെ ഔട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ April month തന്നെ ഒരുപാട് ഇപ്പോൾ എല്ലാ മൾട്ടിപ്പിൾ പ്രോജക്ട്സിൻ്റെ ഒരുപാട് വീഡിയോസിന് ഔട്ട് വന്നിട്ടുണ്ട്. സോ അതന്നെയാണ് ബെസ്റ്റ് പെർഫോമൻസ്. പ്രസന്റ് നൽകാനായിട്ട് അനീസ്ഖാനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ സ്കൂൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ്. Get your money up. I put money down on all of us, on my people now, on what I love. Ooh, baby, you're dangerous. Your problems are just not the same to us. We're dealing with things you ain't seen before. We're feeling the weight of our ancestors. Let me get boy behind of us. ഹലോ, യെസ്, നമ്മുടെ സ്കൂൾ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ അണ്ടറിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്, മിഷൻ TLS UAE എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, പോസ്റ്റേഴ്സൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ലാസ്റ്റ് 2 വീക്കായിട്ട് അത് ഔട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ കോഴ്സിൻ്റെ പേര് മിഷൻ TLS ആണ്. ജസ്റ്റ് എന്താണ് TLS എന്നുള്ളത് ഒന്ന് പറയാം. ചിലപ്പം മിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല, TLS എന്ന് കേൾക്കാൻ സാധ്യത കുറവാണ്. ഇത് ഒരു UAE ബേസ്ഡ് ആയിട്ടുള്ളൊരു ടീച്ചർ ലൈസൻസിങ് സിസ്റ്റം ആണ്. അതിനായിട്ടുള്ളൊരു എൻട്രൻസ് എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത്
UAE-ലുള്ള സ്കൂൾ ടീച്ചേഴ്സിന് കമ്പൽസറി ആയിട്ട് അവർക്ക് ഈ ഒരു TLS ലൈസൻസ് മസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലീഗലി അവർക്കൊരു ടീച്ചർ ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ ഒരു TLS എക്സാം പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അനീസ്ക പറയും. നമ്മൾ ഈ ഒരു TLSൻ്റെ പ്രത്യേകത 2 കോമ്പോണൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്ന് പെഡഗോഗി പാർട്ടാണ്, സെക്കൻഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം അതിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് പെഡഗോഗി പാർട്ടാണ്. അതായത് പെഡഗോഗി എന്ന് പറയുമ്പോൾ എല്ലാ സൈക്കിൾസിലും ഇപ്പം നമ്മുടെ കേട്ടറ്റ് എക്സാം ഒക്കെ പോലെ കാറ്റഗറീസ് വരുന്നുണ്ട്. ഈ കാറ്റഗറീസിന് ഈ ഒരു TLSൻ്റെ ബേസിസിൽ നമ്മൾ പറയുന്നത് സൈക്കിൾസ് ആയിട്ടാണ്. അപ്പം എല്ലാ സൈക്കിൾസിലും എല്ലാ ടീച്ചേഴ്സിന് ഈ ഒരു പെഡഗോഗി എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളത് മസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു സബ്ജക്ട് സ്പെഷ്യലൈസേഷനും കൂടെ വരും. അപ്പോൾ ഇപ്പം നമ്മൾ പെഡഗോഗിയിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ ഈ ഒരു കോഴ്സിൻ്റെ പോസിബിലിറ്റി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഷോർലി വിൽ ബി ഗെറ്റിംഗ് ഓൺ ടു ദ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഓൾസോ. സോ അതാണ് നമ്മുടെ TLS. കൂടുതൽ ഡീറ്റെയിൽസ് അനീസ്ക പറയുന്നതാണ്. താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ഒരുപാട് കോഴ്സുകൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ കോഴ്സുകൾ ഓരോരോ രീതിയിലാണ്. ടീച്ചേഴ്സ് ആസ്പെക്റ്റിലേക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള UAE മൊത്തമുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു എക്സാമാണ് TLS എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ബേസിക്കലി തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ മനസ്സ് കണ്ടിട്ട് അഡ്മിഷൻ എടുത്ത് ഏകദേശം കോഴ്സ് ക്ലോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അതായത് ജസ്റ്റ് ലോഞ്ച് ചെയ്തു. നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് കൂടുതൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ ക്ലാസ് എടുക്കാതെ ഞാൻ ഇതുവരെ പഠിക്കാത്തതാണ്. അപ്പോൾ അതും പഠിക്കണം എന്നുള്ളത് കൊണ്ടും ആദ്യത്തെ ടീമിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും ഏകദേശം 20 ആളെ നമ്മൾ അഡ്മിഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. 20 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് വിത്തിൻ 3 വീക്കിൽ നമ്മൾ പ്രൊജക്റ്റിൽ നിയർലി 1.5 lakhs പൈസയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കമ്പയർഡ് ടു നമ്മുടെ നെറ്റ് ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ചെറിയ സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയതും ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റിയതും വിത്തിൻ എ ലിമിറ്റഡ് ടൈം അതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ഇതിലെ സ്റ്റുഡൻസ് ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ അയൽവാസി രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. രാജ്യത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, നിങ്ങൾ ഊഹിക്കുക. ഓക്കെ, അങ്ങനത്തെ രാജ്യത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് നെശ്വ ചാറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ നെശ്വനെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഓക്കെ, സോ ഫസ്റ്റ്ലി ത്രൂ ഔട്ട് UAE വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാര്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, UK, USA, ഓസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളുടെ ആളുകൾക്കും എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഇത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിന്റെ ഒരു അടുത്തൊരു ഹോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഇത് ഒരു ഇന്റർനാഷണൽ സിലബസ്, ഇന്റർനാഷണൽ ലെവലിൽ ടീച്ചേഴ്സിനുള്ള ഒരു ട്രെയിനിങ് ആസ്പെക്ട്, ഒരു സിലബസിലാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് അടുത്ത സ്റ്റേജിലായിട്ട് സിമിലർ ആയിട്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ രാജ്യത്തുള്ള ടീച്ചർമാർക്ക് കേട്ടറ്റ് കോഴ്സുകളുണ്ട്. ഓക്കെ, അതിനുള്ള സിമിലർ സിലബസ് ആണ് UAE ഉള്ളത്, വൺ ഓഫ് ദി അഡ്വാൻസ്ഡ് സിലബസ്. അപ്പോൾ അതുകൊണ്ട് മേ ബി ഫ്യൂച്ചർ വി മേ പ്രൊവൈഡ് എ TLS ഫോർ യൂറോപ്പ്, എ TLS ഫോർ US എക്സെട്ര. അതിന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാക്കി എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, TLSന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്നുള്ളത്. ബാച്ച് തുടങ്ങി, ബാച്ചിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ UAE ഉള്ള സെറ്റ് ഓഫ് ആളുകളിലേക്ക് ഇൻഫോം ചെയ്യുക ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ലൈഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഒരു അടുത്തൊരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ, കൊല്ലത്തിൽ ഇത് 5-6 തവണയൊക്കെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അടുത്തൊരു സുഖം, കൊല്ലത്ത് 1 തവണ, കൊല്ലത്ത് 2 തവണ എന്നല്ല. ഈ മാസം ഒരു എക്സാം ഉണ്ട്, അതിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നില്ല. ജൂണിലൊരു എക്സാം ഉണ്ട്, അതിനാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. പിന്നെ ജൂലൈയിലൊരു എക്സാം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ ഒരു എക്സാം ഉണ്ട്. പിന്നെ നവംബറിൽ എക്സാം ഉണ്ട്. ഇത് ത്രൂ ഔട്ട് ഇയറിൽ ഇങ്ങനെ 2, 3, 4, 5, 6 തവണ ഒക്കെ എക്സാം ഉള്ള ആളുകളാണ്. പിന്നെ UAE ഫീ ദിർഹംസിലാണ് കേട്ടോ. ഓക്കെ, ഫീ വാങ്ങുന്നത് ദിർഹംസിലാണ്. അപ്പോൾ സോ ഓവറോൾ ഇറ്റ്സ് എ ഹോപ്പ്ഫുൾ അതിലെ ആസ്പെക്റ്റ് ആണ്. പിന്നുള്ളൊരു കാര്യം, നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ TLSന്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു കോഴ്സ് തുടങ്ങുന്ന ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, എവറിത്തിങ് ഹാപ്പൻ ഓഫ് എ സഡൻ എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് 2-3 മാസം മുമ്പേ തുടങ്ങുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് നമ്മുടെ സ്റ്റുഡൻ്റ് ഉണ്ട്, അവരാണ് നമ്മൾ ദുബായ് ലെവലിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, സുഹൈൽ എന്ന് പറഞ്ഞ. ഓക്കെ, IFRന്റെ ഭാഗമായിട്ട് ഇന്ന് JRF കിട്ടിയിട്ടുള്ള, ഓക്കെ, അറബിയിൽ JRF കിട്ടിയിട്ടുള്ള ആളാണ്. സോ തുടക്കത്തിൽ
അപ്പം അവരാണ് കോർഡിനേറ്റ്. അപ്പോൾ അവരുമായിട്ടുള്ള മൾട്ടിപ്പിൾ മീറ്റിങ്ങുകൾ മുമ്പ് നടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു വെബിനാറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വെബിനാറിന് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് സിസ്റ്റംസ്, മെക്കാനിസംസ്, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എവ്രിതിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നഷു ആണ്. സോ ഷീ റിയലി ഡിസേർവ്സ് എ ബിഗ് അപ്രീസിയേഷൻ ഫോർ ദാറ്റ്. വെബിനാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കും, ക്ലാസ് എടുക്കാനെന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കും. അതിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കോഴ്സ് തുടങ്ങുമ്പോഴുള്ള ഫോർമാലിറ്റീസ് നിങ്ങൾക്ക് അറിയാം. വെബ്സൈറ്റിൽ വരണം, അത് വെബ്സൈറ്റിലുണ്ട്. ഓക്കെ, ആ കുട്ടികൾക്ക് കോഴ്സ് വേണം, കോഴ്സ് കിട്ടിയിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, എവറിത്തിങ് ആസ് ഓഫ് നൗ നമ്മുടെ ബിഗിനിങ് എന്നുള്ള നിലക്ക് നഷു ആണുള്ളത്. സോ വി ഹാവ് എ സ്പെഷ്യൽ അപ്രീസിയേഷൻ ഫോർ നഷു. ആ കവറിൻ്റെ ഉള്ളിലെ സാധനം. ഓക്കെ, യാ ഓക്കെ. സോ ഇത്തരത്തിലുള്ള ഓരോരോ പ്രൊഡക്റ്റുകളും ഇതുപോലെയുള്ള അടിപൊളി ലീഡേഴ്സും എല്ലാം നമ്മൾ ലീഡേഴ്സിന് ഒരുപാട് ശക്തിയാണ്, ഒരുപാട് ധൈര്യമാണ്. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ത്രൂ ഔട്ട് നമ്മുടെ വിഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. സോ കൂടുതൽ TLSന്റെ സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ, ഓക്കെ, വരും മാസങ്ങളിൽ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ അബൌട്ട് ദിസ്. ബാക്കി മറ്റേ സ്പെഷ്യൽ അപ്രീസിയേഷൻ ഈ വീഡിയോ അതെന്റെ കയ്യിൽ അല്ലേ വേറെ സോ അതിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു അപ്രിസിയേഷൻ കൂടി കൊടുക്കാം. നേരത്തെ നിങ്ങളൊരു അടിപൊളി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇഷ്ടപ്പെട്ടോ? അതാരാ ചെയ്ത എനി ഗസസ്? നിവേദൊരു ഗസ് ഉണ്ട്, സ്വിൻഡു എന്നൊരു ഗസ് ഉണ്ട്, പിന്നെ ഷുഹൈബ് ഗസ് ഉണ്ട്. പക്ഷെ ഇവരാരുമല്ല, ഇത് ചെയ്തത് നമ്മുടെ സുഹൈലാണ്. നമ്മുടെ സുഹൈൽ ആളോട് വിളിച്ചിട്ട് വലിയൊരു കൈഡി ഫോർ സുഹൈൽ. ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ട് സുഹൈലിന് എന്താ ഡയറി എനിക്ക് പോകുമ്പോൾ അടുത്ത അപ്രീസിയേഷൻ ആക്കണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്രീസിയേഷൻ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ പരിപാടി കടന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് കൂടി നമുക്ക് കേട്ടാലോ? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പാടിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിന്റെ ഒരു പാട്ട് എനിക്കില്ലേ, ഒരു ആഗ്രഹം ഇല്ലേ? നമ്മുടെ CRM വലിയൊരു കൈയടി കൊടുത്താൽ മാത്രം വരുള്ളൂ എന്ന ജാടി ഇട്ടിരിക്കുന്ന നമ്മുടെ ഫാദര് വലിയ ഫാദർ. കമോൺ,
അടുത്തില്ല നിൽക്കുന്നത് അപ്പം എന്നാലും വിളിച്ചാൽ വന്നാലും ഞാൻ വന്നില്ല ഇന്നലെ പേടിക്കും. സ്വാതി വന്നില്ല. സ്വാതിനെ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് സ്വാതി അത് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല പാട്ടാണ്. സ്വാതിയല്ല അപ്പുറത്തല്ല നല്ല പാട്ട്. ഒരു പാട്ട് പറഞ്ഞൊരു ഒരു പാട്ട് ഏത് വേണം? ഇതൊക്കെ കൊടുത്താലോ? അതൊന്നും വേണ്ട. എന്തെങ്കിലും അല്ല അടുത്ത് അല്ല പാട്ട് കഴിഞ്ഞിട്ട് ഇത് കൊടുത്താലോ എന്നാ? മറ്റേ ലൈഫ് സയൻസിൻ്റെ ഇത് കൊടുത്താലോ? നിസ്കാന്ന ലൈഫ് സയൻസിൻ്റെ കേട്ടിട്ടുണ്ട്. അതിനെ വിളിക്കാം. ലൈഫ് സയൻസിൻ്റെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നിങ്ങൾ വേണ്ട എനിക്ക് പേടിയട്ടോ. സംഭവം ഇങ്ങനെ പതപ്പിക്കാണ്. മലയാളോ ഹിന്ദി പാടാ? പാട്ട് പാടാൻ ഹലോ 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 അല്ലേ? ഹായ് ഇറങ്ങണം. കിട്ടാൻ ഓക്കെ പാടട്ടെ. ലേശം ടെൻഷൻ ഉണ്ട്. ഈ ഓഫീസ് ചെയ്യുന്ന ടിങ്കിൾ टूटी चारपाई वही डंडी पुरवाई रास्ता देके ढूंढों की मलाई वही मिट्टी की जोराई रास्ता देके कैसी तेरी खुदगर्जी ना धूप चुने ना चाहो कैसी तेरी खुदगर्जी किसी टोर टिके ना पा बन लिया अपना पैगंबर कर लिया तू सात समंदर फिर भी सूखा मन के अंदर क्यों रहेगा रे कबीरा मान जा रे फकीरा मान जा आजा तुझको पुकारे तेरी परछाइयाँ रे कबीरा मान जा रे फकीरा मान जा कैसा तो है निर्मोही कैसा हाल चाहिया. വലിയൊരു കൈഡി. ഇഷ്ടായി? പാട്ട് ഇഷ്ടായോ? നിനക്കൊന്ന് പാടുന്നത് ഉണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കിംവദന്തി ഞാൻ കേട്ടു, നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റില് വേറൊരു പാട്ടുകാരി ഉണ്ടെന്നും ഞാൻ കേട്ടു. സിന്നേച്ചി പറഞ്ഞതല്ല. ഓക്കെ, SN തുടങ്ങി ഐയിൽ അവസാനിക്കുന്ന ഒരു കുട്ടിയാണ്. അല്ല, നെക്സ്റ്റ് സ്വാതി. കം ഓൺ. പിടയുന്നൂരന്റെ ജീവനിൽ
കിനാവു തന്ന കൺമണി നീലയെങ്കിലെന്നിലെ മിഴിനീരു പേദമാരിൽ കിടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി നിനക്കു തണലായി ഞാൻ നിനക്കു തുണയായി ഞാൻ പല കനവുകൾ പകലിരവുകൾ നിറമണിയുമേ കഥ എഴുതുവാൻ ഈ ആശകൾ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഒരു പുഴയാ ആരാധികേ നന്ദിതിനും വഴിയരികെ. കൊതിയാവുന്ന വോയിസ് എന്നൊക്കെ പറയൂലേ. അപ്പൊ എല്ലാവരും ഇവിടെ മൂളി തുടങ്ങുന്നതിന്റെ ഇടയിൽ കയറിങ്ങാണ്ട് പാട്ട് പാടുന്ന ഒരാളുണ്ട്. ടിങ്കിളൊന്ന് വന്ന് പാട്. പാടണ്ടേ? ടിങ്കിൾ ഒറ്റ പാട്ട് ഒന്നേ ഒന്ന്, പിന്നെ ചോദിക്കരുത്. നിങ്ങളുടെ വിജയം വേണോ? ഞാനിപ്പോ പാടാം. വിജയം വേണോ? ടിങ്കിള് വിജയം വേണോ? അതെ, അവിടെ ഇരുന്നിട്ട് ഒന്നുകൂടി വരാം. നല്ല വിജയം. അതാ വിജയം പോരി. വിജയം മൈക്ക് ഞാൻ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കണം. ഓക്കെ. മിഴിനീരും കടലിന്റെ തിരത്തന്നിടുതയാതെ ദുനിയാവിനറ്റത്ത് പോകാം. മിഴിനീരും കടലിന്റെ തിരത്തന്നിടുതയാതെ ദുനിയാവിനറ്റത്ത് പോകാം. ഒരു പായവഞ്ചിയ ഓമർക്കിനാവും കൊണ്ടകലങ്ങൾ താണ്ടാം. പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം. പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം. പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. വൗ, സംഭവം പാടുന്നതിനുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ, ബാക്കിയൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? ഓക്കെ, സോ നമുക്ക് കുറച്ചാൾ ആവശ്യമുണ്ട് അല്ലേ? കുറച്ചാളുകൾ ജസ്റ്റ് വന്ന് കണ്ട് ഒന്ന് പറയാം. ആളുകൾ ഒന്ന് കൂടെ വരണം കേട്ടോ. ഒന്ന് വന്നേടാ, വാ. അമൃത ഒന്ന് വരും. അവര് സോങ് ഇടണോ? സിമി അവര് സോങ് ഇടണോ? അമൃത മൂന്ന് സോ നമുക്ക് വെറൈറ്റി ആയിട്ട് മ്യൂസിക്കൽ ചെയർ കളിക്കാം. വെറൈറ്റി ആയിട്ട്
5 കസേര വരാറുണ്ട്. കുറച്ച് ബാക്കോട്ടാക്കണം. നിങ്ങളൊന്ന് നീച്ച നിങ്ങൾ ബാക്കോട്ടാക്കി തരാം. കസാരകളാണ് ഏത് കുറച്ച് താത്തി 5 എണ്ണം 5 കസാര 5 കസാരക്കളിന്റെ ദൈവം തിരിക്കല്ലേ. പാട്ട് റെഡിയാണോ? പെട്ടെന്ന് 6 ആക്കി 3 കസാരയാണ് ബാക്കി പുറത്തേക്ക് അവിടെ നിങ്ങട്ടാണേ. പാട്ട് കേട്ടാ ഓടുക. നമുക്ക് ഓണത്തിന് ഇനിയും 1-2 മാസങ്ങൾ ഉണ്ടെങ്കിലും അതിന് മുന്നേ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഈ കസേര കളി കേൾക്കാം. ആരും കളിക്കാത്ത പേരെ നമ്മുടെ ഇനി അവശേഷിക്കുന്നത് റോഷില, പേരറിയാമോ? കീർത്തന, ലിയ, അമൃത, ലത. മ്യൂസിക് എന്നാലും നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നോ? മ്യൂസിക് ഓടണോ? ഓടണേ. ഓട് 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 ഓട്. കൂടിയിട്ടുണ്ടെങ്കിൽ ഓടത്തിന് അപ്പുറത്തേക്ക് വലിയ കേടി, തോരത്തേക്ക് നമ്മൾ വലിയ കേടി. മുന്നോട്ട് വന്നിട്ടിരിക്കണേ. ഇനി വെറും 3 കസേരകൾ മാത്രമാണ് നമുക്ക് ബാക്കി. എന്നാൽ ഓടാൻ 4 പേരും. ഒരു ഡയലോഗ് വെച്ചാലും പാട്ട് വെച്ചോളൂ. No problem. ഓക്കെ, 2 കസാര 3 ആളുണ്ട്. നല്ല കൈഡ് കൊടുക്കാം. Time competition. റോഷില, നദ, ലിയ. സ്പീഡ് സ്പീഡ് ഓട് 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 ഓട്. No problem. ഹൈപ്പറിലെ ലിയന്റെ എക്സ്പീരിയൻസ് എത്ര വർഷം? കുറച്ച് കുറവല്ലേ? കുറെ കൊല്ലായിട്ട് വന്നിട്ടുള്ള ലിയ ഉണ്ട്. ഓടി ഓടി ശീലമായതുകൊണ്ട് 4 days വന്നിട്ട് 4ാം ദിവസമായിട്ടുള്ള നദയുണ്ട്. Publication versus happy school. Happy school versus publication. ആര് ജയിക്കും ഈ കസേര? Gracias.
ഫൈനൽ മൊമെന്റ്സ് ആണ്. നല്ല കൈ കൊടുത്താ. ഈ കണ്ടപടി ഓടിക്കോളൂ. സോ വിന്നർ ആയിട്ടുള്ളത് നെതയാണ്. നമ്മുടെ ഹാപ്പി സ്കൂളിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ് നെത. സമ്മാനമുണ്ട്. വാ, സമ്മാനമുണ്ട്. നെതയ്ക്ക് ഇതുപോലെ ഫസ്റ്റ് റണ്ണർ പ്രായ നമ്മുടെ ലിയ കയ്യടി, റോഷനിക്ക് കയ്യടി കൊടുക്കുവാനായി നമ്മുടെ ബെറ്ററിയു പുതിയ വീഡിയോയില് വോയിസ് ആക്ടർ ആയിട്ടുള്ള നമ്മളുടെ ജസീക് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ കൈഡി ഫോർ നമ്മുടെ റണ്ണറപ്പ് ലിയ. വലിയൊരു കൈഡി, come on. Congrats Nada, congrats Lia. അനിസ്കയ്ക്ക് വിജയം വെക്കണം. യെസ്, ഇനി അടുത്ത നമ്മുടെ സെഗ്മെന്റ് എന്തായിരിക്കും? അനീസ്കാണ് നമ്മുടെ സിഇഒ ടോക്ക് ആയിരിക്കും അടുത്ത നമ്മുടെ സെഗ്മെന്റ്. അതിനായി വലിയൊരു കൈയടിയോടുകൂടെ നമ്മുടെ സ്വന്തം സിഇഒ അനീസ് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. So before that, ചെറിയൊരു അപ്രീസിയേഷൻ കൂടി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, കാലിക്കറ്റ് വെച്ചിട്ട് വർക്ക്ഷോപ്പ് രാവിലെ 9:30 തൊട്ട് വൈകിട്ട് ഏകദേശം ഒരു 5-5:30 വരെ സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മളെ സുഹൈലും ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ അപ്രീസിയേഷൻ സുഹൈലിനാണ്, വേറെ ഒന്നുമല്ല. രാവിലെ 9:30 എൻ്റെ വീഡിയോ ആണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. സുഹൈൽ 5:30 വരെ എൻ്റെ വീഡിയോ ഫുള്ള് കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഒരു സൗണ്ടിന് പ്രശ്നമുണ്ടോ? വീഡിയോ എഡിറ്റേഴ്സ് പ്ലീസ് നോട്ട്. ഓക്കെ, സുഹൈൽ കമ്മിയ. സുഹൈലിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അറൗണ്ട് 8 hours കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ തന്നെ ആലോചിക്കും എന്താ പോയി കേൾക്കുന്നത് ഫസ്റ്റ് തൊട്ടിട്ട് അവസാനം വരെ. ഓക്കെ, മോർണിംഗ് 9:30 to 5:30. That's what is expected. Really appreciate that. ഓക്കെ, നമുക്ക് ഒരുപാട് വീഡിയോസിൽ സൗണ്ട് വരാത്ത പ്രശ്നം പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് സംതിങ്. ഓക്കെ, റിയലി വെരി അപ്രീഷിയബിൾ തിങ്സ്. Okay, so that's it. We'll start the final part of the meeting. ഭയങ്കരമായിട്ട് കുറെ സീരിയസ് ആയ കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, എല്ലാ ആഴ്ചയും സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. ആവശ്യമുള്ളപ്പോൾ മാത്രം പറയുന്ന ഒരു സാധനമാണല്ലോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. നമ്മളെ ചില അപ്ഡേറ്റുകൾ പറയാം. ചില കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഫസ്റ്റ് ലൈൻ. കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുക, ചില കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുക, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുക, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്കറിയാം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. റീസെൻ്റ്ലി ഒക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട്. നമ്മളന്ന് ടെഡ് ടോക്കിലൊക്കെ പറഞ്ഞ പോലെ ചിൽഡ്രൻ അക്രോസ് ദ വേൾഡ്
വാക്ക് ടു സ്കൂൾ ആൻഡ് റൺ ബാക്ക് ഹോം എന്നുള്ളതാണ്. ലോകത്താകമാനം കുട്ടികൾ സ്കൂളിലേക്ക് നടക്കുകയും സ്കൂളിൽ നിന്ന് വൈകിട്ട് ഓടി വരികയും ചെയ്യുന്നു. എയ്ഫറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്താകമാനം കുട്ടികൾ സ്കൂളിലേക്ക് ഓടുകയും സ്കൂൾ വിട്ടിട്ട് നടന്നു വരികയും ചെയ്യണം. അത്രയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം. എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിട്ട് ആളുകൾക്ക് മാറ്റാൻ പറ്റണം എന്നുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കോർ വാല്യൂസ് ഉണ്ട്. കോർ വാല്യൂസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നെക്സ്റ്റ് സ്ലൈഡ്. ഇനീഷ്യലി പറയാനുള്ളൊരു കാര്യങ്ങൾ, എല്ലാ കമ്പനികൾക്കും ആ കമ്പനികളുടേതായിട്ടുള്ള ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാവും. നമുക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പഠനം മന്ത്രി തന്നെ പറയുന്നത് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ 90% 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ടോ. ഓക്കെ, നമ്മൾ ആ 90%-ലില്ല. ഓക്കെ, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ അതെല്ലാവരും ഇങ്ങനെ ഓരോരോ ചാലഞ്ചുകളാണ്. പലർക്കും അത് സർവൈവ് ചെയ്യാൻ പറ്റാറില്ല. പലർക്കും അല്ല, 90% സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും ആ ചലഞ്ചുകൾ സർവൈവ് ചെയ്യാൻ പറ്റാറില്ല. നമ്മളത് സർവൈവ് ചെയ്തു. ഓക്കെ, ഫുള്ളി സ്റ്റെബിലൈസ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ TLS UA ഉൾപ്പെടെയുള്ള വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഏതൊരു ചലഞ്ചും സർവൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രോത്ത് എന്നുള്ളതാണ്. എപ്പോഴാണ് കമ്പനികൾ സ്കെയിലപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ ആളുകൾ സ്കെയിലപ്പ് ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ് ആളുകൾ സ്കെയിലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്കില്ല് സ്കെയിലപ്പ് ചെയ്യുമ്പോഴാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഇവിടെ ഇങ്ങോട്ടൊന്ന് കുത്തി റെഡിയാക്കിയിട്ട് ഓണായിട്ട് എനിക്കൊന്ന് കൊണ്ടുട്ടോ. സിമിനെ വിളിച്ചത്. ഓക്കെ, സോ അപ്പം നമ്മളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ ചലഞ്ചുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രോ ചെയ്യാനുള്ള ശ്രമത്തിലാണ്, അടുത്ത ലെവലിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. ഗ്രോത്ത് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ലീഡേഴ്സിൻ്റെതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആദ്യം ഗ്രോ ചെയ്യേണ്ടത് C-suite ആണ്. ഇവിടുത്തെ ഏറ്റവും കീ ആയിട്ടുള്ള പൊസിഷനിലുള്ള ആളുകളാണെന്നാണ് കമ്പനി മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മളിലും ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ പോളിസികളിൽ അല്ലെങ്കിൽ ഓവറോൾ തോട്ട് പ്രോസസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട്. ആദ്യം തന്നെ പറയാം, കമ്പനി 2, 3, 4 കൊല്ലങ്ങളായിട്ട് കമ്പനിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞ ചില പോളിസികളൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുതിയ പോളിസി ആയിരിക്കും ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വലുതാകുമ്പോൾ മുമ്പ് നമ്മൾ ചെയ്തത് പലതും തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുകയും ആ തെറ്റ് തിരുത്തുകയും ചെയ്യുന്നതിനെ കൂടിയിട്ടാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മുമ്പത്തെ ഇവിടുത്തെ വിശ്വാസമായിരുന്നു. ഈ വിശ്വാസമൊക്കെ തെറ്റാണ് എന്ന് ഇപ്പോൾ C-suite മനസ്സിലായിട്ടുണ്ട്. ഒന്നുകൂടി ക്ലാരിറ്റി തരാം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് പീപ്പിൾ ആർ അസറ്റ്. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പീപ്പിളാണ്, അതിൻ്റെ ടീം മെമ്പേഴ്സാണ് എന്നുള്ളൊരു ധാരണ തുടങ്ങിയ കാലത്തുണ്ടായിരുന്നു. ആ ധാരണ ഇപ്പം മാറി. ഇപ്പം എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല എന്നുള്ളതാണ് ധാരണ. എങ്ങനെയാണ്? ഓൺലി ഗുഡ് പീപ്പിൾ ആർ അസറ്റ്സ് ആൻഡ് ബാഡ് പീപ്പിൾ ആർ ഓൾവേസ് ലയബിലിറ്റീസ്. ഓക്കെ, നല്ല പണിയെടുക്കുന്ന നല്ല മനുഷ്യന്മാരാണ് ഗുഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അല്ലാത്ത ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ലയബിലിറ്റീസ് ആണ് എന്നുള്ളതാണ് പുതുതായിട്ടുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിവ്. രണ്ടാമത്തെ തിരിച്ചറിവ്, മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ നമ്മളൊരു ടാർഗറ്റ് ഇടും. അത് സെയിൽസ് ആവാം, റിസൾട്ട് ആവാം, ലീഡ് ആവാം, എന്തും ആവാം. മുമ്പൊക്കെ ഒരു ടാർഗറ്റ് ഇട്ടിട്ട് നമ്മൾ തീരുമാനിക്കും ഈ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണം. പക്ഷേ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ളത് ലീഡോ വാട്ട് എവർ ഇറ്റ് ഈസ് എക്സ് ആണ്. എക്സിന് അത് അച്ചീവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് അങ്ങ് കുറക്കും. ഓക്കെ, അതായത് നമ്മൾ പെർഫോമൻസ് കൂട്ടാതെ എക്സ്പെക്റ്റേഷൻ കുറക്കും. അതിൽ നിന്ന് പോളിസി മാറി ഇനി എക്സ്പെക്റ്റേഷൻ കുറക്കുന്ന പരിപാടിയില്ല, പെർഫോമൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. കമ്പനിക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ അതാണ് ആവശ്യമുള്ളത്. ആളുകളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടാർഗറ്റ് കുറക്കുക എന്നുള്ളതല്ല. ദാറ്റ്സ് വാട്ട് വി ക്യാൻ സർവൈവ് ദ കമ്പനി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവൊക്കെ എന്തിനാ പറയുന്നത് ചോദിക്കുമ്പോൾ ലീഡേഴ്സ് എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. മൂന്നാമത്തതാണ് ഇൻഎഫിഷ്യൻസി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചില മീറ്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ത് വന്നാലും ഈ കമ്പനിയിലെ ചില ആളുകളെ ഞാൻ പിരിച്ചുവിടൂല എന്നുള്ളത്. ചില ആളുകൾ ഈ കമ്പനിയിൽ നിന്ന് പോയാൽ ഞാൻ ഈ കമ്പനി പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയല്ലായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരാളെയും പ്രൊട്ടക്റ്റ് ചെയ്യരുത് മോർ ദൻ ദ കമ്പനി. ദർ മേ ബി ചേഞ്ച് ഇൻ ദ C-suite,
there may be change in the project leaders, there may be change in the leaders, there may be change in the people, there may be change in the CEO, maybe in the future. ഒന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, വാട്ട്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ കമ്പനി സർവൈവ്സ് എന്നുള്ളതാണ്. അതാണ് അടുത്തൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്ന അടുത്തൊരു തെറ്റിദ്ധാരണ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ധാരണ ഇപ്പോൾ തെറ്റാണെന്ന് ഫീൽ ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പിനെസ് ആണ്, സ്റ്റുഡൻസിൻ്റെ ഹാപ്പിനെസ് ആണ് എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റുഡൻസിൻ്റെ ഹാപ്പിനെസ് ആണ്, രണ്ടാമത്തേത് എംപ്ലോയീസിൻ്റെ ഹാപ്പിനെസ് ആണ്, മൂന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ളതൊക്കെ ആയിരുന്നു. അതല്ല ശരി എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഏറ്റവും പുതിയ തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ കമ്പനിയിലെ ടീം മെമ്പേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ ഹാപ്പിനെസ് ആണ് എന്നുള്ളതാണ്. ഒരു കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു CEO ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5-ാം തീയതി കറക്റ്റ് ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുട്ടികളെ കുറച്ച് ലെസ് ഹാപ്പി ആക്കിയാലും പ്രശ്നമല്ല, ശമ്പളം കൊടുക്കലാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് ചിലവ് കുറച്ചാലും പ്രശ്നമല്ല, ശമ്പളം കൊടുക്കലാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത കോഴ്സ് ഫീച്ചറിലൊക്കെ നിങ്ങൾക്ക് ചില ഹാപ്പിനെസ് ഒക്കെ കളഞ്ഞതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സ്റ്റുഡൻസിൻ്റെ ഹാപ്പിനെസ് ഒക്കെ, എംപ്ലോയീസ് ഹാപ്പിനെസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്റ്റുഡൻസ് ഹാപ്പിനെസ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഗിവിങ് സാലറി ഓൺ ടൈം. അടുത്ത പുതിയൊരു തിരിച്ചറിവാണ്. മുമ്പൊക്കെ എങ്ങനെ ആയിരുന്നു വെച്ചോ, ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാരുണ്ടാവും, അവിടെ പണി നടക്കൂല. അപ്പം ഞാനും ജസീദൊക്കെ ഇങ്ങനെ ഇരിക്കും. അവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പുതിയൊരാളെ കൊടുക്കാമെന്ന് കരുതും. ഓക്കെ, അതായത് സ്കില്ലില്ലാത്തത് ഓവർകം ചെയ്യാം, നമുക്ക് പുതിയ ആളെ റിക്രൂട്ട് ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നൽ പോയിട്ടുണ്ട്. സ്കില്ലില്ലാത്ത ഓവർകം ചെയ്യാം, സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. റിക്രൂട്ട്മെന്റ് ഈസ് നെവർ ദ സൊല്യൂഷൻ ടു ഓവർകം ലാക്ക് ഓഫ് സ്കിൽ. ഓക്കെ, പണി നടക്കാത്തതിന് പുതിയ ആളെ കൊടുക്കലല്ല സൊല്യൂഷൻ. പണി നടക്കാത്തതിന് പണി പഠിക്കുക എന്നുള്ളതോ പണി പഠിപ്പിക്കുക എന്നുള്ളതോ ആണ് എന്നുള്ളതാണ് അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ തിരിച്ചറിവാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പിനെ കുറിച്ച് പറയുന്ന ആളായിരുന്നു. ഹോപ്പ് ഈസ് എ ഗുഡ് സ്ട്രാറ്റജി, വി ആർ ഹോപ്പ്ഫുൾ. ഓക്കെ, എല്ലാം ഹോപ്പാണ് എന്നുള്ളതാണ്. പുതുതായിട്ടുണ്ടായ തിരിച്ചറിവ് എന്താ വെച്ചാൽ, ഹാപ്പി ഈസ് നോട്ട് എ ഗുഡ്, ഹോപ്പ് ഈസ് നോട്ട് എ ഗുഡ് സ്ട്രാറ്റജി. ഓക്കെ, ഡൂയിങ് തിങ്സ് ഈസ് എ ഗുഡ് സ്ട്രാറ്റജി. ഇറങ്ങുക, പണിയെടുക്കുക എന്നുള്ളതാണ് ഗുഡ് സ്ട്രാറ്റജി. പ്രതീക്ഷയോടെ കമ്പനി നന്നാവെന്ന് കരുതിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഗുഡ് സ്ട്രാറ്റജി അല്ല. പുതിയ കോഴ്സ് തുടങ്ങുക, ക്ലാസ് എടുക്കുക, പഠിക്കുക, ബുക്ക് പബ്ലിഷ് ചെയ്യുക, വിൽക്കുക, പൈസ ഉണ്ടാക്കുക. ദിസ് ഈസ് എ ഗുഡ് സ്ട്രാറ്റജി. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും തീരും, പുതിയ കുട്ടികളൊക്കെ വരും, പുതിയ ബാച്ചൊക്കെ തുടങ്ങും. ഓക്കെ, പുതിയ അഡ്മിഷൻ വരും. ഹോപ്പ് ഈസ് നോ മോർ എ ഗുഡ് സ്ട്രാറ്റജി ഹിയർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗുഡ് സ്ട്രാറ്റജി. പിന്നെ ഇതിൽ ഞാൻ എഴുതാത്തൊരു സാധനം ഉണ്ടായിരുന്നു, എയ്ഫ ഈസ് എ കമ്പനി നോട്ട് എ സ്കൂൾ. ഓക്കെ, അതാണ് അടുത്തതായിട്ടുണ്ടായ തിരിച്ചറിവ്. അതായത് മുമ്പൊക്കെ ആളുകൾ പണിയെടുക്കാത്ത സമയത്ത്, എഫിഷ്യൻ്റ് അല്ലാത്ത സമയത്ത് ഞാനുൾപ്പെടെയുള്ള ലീഡേഴ്സിനൊക്കെ ഉണ്ടായിരുന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു, നമ്മൾ അവർക്ക് പണി പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവർ പണി എടുക്കാത്തത്, നമ്മൾ അവർക്ക് വൃത്തിയിൽ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് അവർ പണി എടുക്കാത്തത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടായ തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സ്കൂളല്ല, കുട്ടികൾ ഫീസ് കൊടുത്ത് വന്നിട്ട് പണി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സ്കൂളല്ല. ഇത് കമ്പനി ശമ്പളം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ പണി അറിയുന്നവരാണ് വേണ്ടത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ലീഡേഴ്സ് ഗൈഡൻസ് കൊടുത്തേക്കാം, പക്ഷേ പണി അറിയാത്തതാണ്. ഓക്കെ, എയ്തർ ദ ഇംപ്രൂവ് ഓർ ദ മൂവ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. അതാണ് അടുത്തൊരു തിരിച്ചറിവാണ്, തിങ്സ് ദാറ്റ് വർക്ക്ഡ് വെൽ ഇൻ ദ ബിഗിനിങ് വിൽ ആൾവേസ് വർക്ക്. ആദ്യകാലത്ത് കമ്പനിയെ സംഭവമാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയെ വളർത്തിയ കാര്യങ്ങൾ എല്ലാ കാലത്തും കമ്പനിയെ വളർത്തും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അതില്ല എന്ന് മനസ്സിലായി. ആദ്യകാലങ്ങളിൽ കമ്പനിയെ വളർത്തിയ പല വിശ്വാസങ്ങളും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കമ്പനിയുടെ വളർച്ച മുരടിപ്പിക്കും എന്ന് മനസ്സിലായി. ആദ്യകാലത്ത് കമ്പനിയുടെ ഗ്രോത്തിൽ ക്രൂഷ്യലായിരുന്ന പല ആളുകളും ഒരു സ്റ്റേജ് എത്തി മാറിയിട്ടില്ലെങ്കിൽ അത് കമ്പനിയെ മുരടിപ്പിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും എത്തി എന്നുള്ളതാണ് അടുത്തൊരു ആസ്പെക്ട്. ഞാനൊക്കെ വിശ്വസിച്ചിരുന്നത് ഞാനൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഇഫർ സംഭവം എന്നുള്ളതായിരുന്നു. അന്നുണ്ടായിരുന്നൊരു ധാരണയായിരുന്നു. പുതിയൊരു തിരിച്ചറിവാണ്, ക്ലാസ് സി പീപ്പിൾ ക്യാൻ നെവർ ക്രിയേറ്റ് എ ക്ലാസ് എ കമ്പനി. ഓൺലി ക്ലാസ് എ പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് എ ക്ലാസ് എ കമ്പനി. ഓൺലി വേൾഡ് ക്ലാസ് പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് എ വേൾഡ് ക്ലാസ് കമ്പനി. ദാറ്റ്സ് എ സിമ്പിൾ ലോജിക്. നമ്മൾ ക്ലാസ് എ ആവാത്ത കാലത്തോളം, നമ്മൾ വേൾഡ് ക്ലാസ് ആവാത്ത കാലത്തോളം വി ക്യാൻ നെവർ ക്രിയേറ്റ് എ ക്ലാസ് എ കമ്പനി എന്നുള്ളതാണ് വന്നിട്ടുള്ള സെറ്റ് ഓഫ് പുതിയ കുറച്ച് തിരിച്ചറിവുകൾ. അപ്പോൾ ലീഡേഴ്സ് എങ്ങോട്ടാണ് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന പല ആക്ഷനുകളും പല സ്റ്റെപ്പുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്, ഹോപ്പ്ഫുൾ സ്റ്റെപ്പുകൾ എന്നുള്ളതാണ്. ഓക്കെ,
യാ അതാണുള്ളത്. അപ്പം അക്കൗണ്ടബിലിറ്റി ആസ്പെക്റ്റിലേക്ക് ഇതൊരു ജനറൽ ആസ്പെക്റ്റ് എന്നുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ എപ്പോഴും ഫൈമിനോടൊക്കെ പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റീസെൻ്റായിട്ട് കിട്ടിയൊരു ഇൻസൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എയ്ഫർ തുടങ്ങിയിട്ടുള്ളത് വളരെ വലിയൊരു വിഷൻ കൊണ്ടാണ്. ആ വിഷൻ വെച്ചിട്ട് എയ്ഫർ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എയ്ഫർ ഈസ് നത്തിങ്. ഒന്നുകൂടി സിമ്പിളാക്കി പറയാം. ഞാൻ എപ്പോഴും മനസ്സിലാലോചിക്കുന്ന ഇപ്പോഴത്തെ ഒരു തോട്ടം എന്താ വെച്ചാൽ, ഇഫ് എ ലയൺ ഡസിങ് ഹണ്ട് ഇറ്റ് ബിക്കംസ് എ ക്യാറ്റ്. ഓക്കെ, ഒരു സിംഹം വേട്ടയാടുന്നില്ലെങ്കിൽ അതൊരു പൂച്ചയായി മാറും. ഓക്കെ, എയ്ഫർ ഉണ്ടാക്കപ്പെട്ട വിഷനിലേക്ക് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എയ്ഫർ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറും. എയ്ഫർ വാസ് ഡെസ്റ്റൈൻഡ് ഓർ ഫൗണ്ടഡ് ആസ് എ ലയൺ, ഇറ്റ് ഹാസ് ടു ഹണ്ട്. ഓക്കെ എന്നുള്ളതാണ് അടുത്തായിട്ട് വന്നൊരു തിരിച്ചറിവ് എന്നുള്ളത്. ദെൻ കമ്മിങ് ടു സീരിയസ് ആയ തിരിച്ചറിവുകളൊക്കെ കഴിഞ്ഞിട്ടോ, സീരിയസ് ആയ തിരിച്ചറിവുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കുറച്ച് അക്കൗണ്ടബിലിറ്റിൻ്റെ ആസ്പെക്റ്റുകൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. റെയിൻബോ സ്കോർ, പുതിയ റെയിൻബോ സ്കോർ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വിനീഷ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ HR-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത മാസം തൊട്ട്, അതായത് മെയ് മാസത്തെ റെയിൻബോ സ്കോർ തൊട്ടിട്ട് ആ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. പുതിയൊരു കളർ, ബ്ലൂ കളർ എന്നുള്ള ഒരു കളർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ റെയിൻബോ സിസ്റ്റം വിബ്ജിയോർ എന്ന് പറയുന്ന റെയിൻബോയുടെ എല്ലാ കളറുകളും അതത് സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി എഫക്റ്റീവ് ആകുമ്പോൾ വി മേ ഇൻട്രൊഡ്യൂസ് ഇൻഡിഗോ ആൾസോ. ഒരു ഇൻഡിഗോ വയലറ്റിനോടുള്ള ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആണ്. ദെൻ വി ഹാവ് SOP എന്ന് പറയുന്നൊരു സാധനം. അതായത് ഞാനിവിടെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കമ്പനി തുടങ്ങിയ കാലത്ത് കമ്പനിയെ വളർത്തിയ പല സംഭവങ്ങളും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കമ്പനികളെ വളർത്തില്ല. സംതിങ് എൽസ്. ഫോർ എക്സാമ്പിൾ ഐ വിൽ സേ ട്രസ്റ്റ്. ഓക്കെ, കമ്പനി വലുതാവുമ്പം ഞാൻ എന്നും ലീഡേഴ്സിനോട് പറഞ്ഞതാണ്, നെവർ ട്രസ്റ്റ് പീപ്പിൾ, ആൾവേസ് ട്രസ്റ്റ് സിസ്റ്റം. ഇന്ന് ആളുകൾ വൃത്തിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരിക്കലും വിശ്വസിക്കരുത്. അത് അവർ വിശ്വാസം ഇല്ലാതാക്കുന്നതുകൊണ്ടല്ല കേട്ടോ. മനുഷ്യന്മാരാണ്, മറന്നുപോകും. ഞാനും മറന്നുപോകും, എല്ലാവരും മറന്നുപോകും. when the company is big, trust on the system. Never trust on expectation, trust on the agreement, trust on the JD എന്നുള്ളതാണ് പുതുതായിട്ടുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് കമ്പനി എല്ലാം SOP ആക്കാൻ പോവാണ്. ഓക്കെ, SOP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പരിപാടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വൃത്തിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ, മറ്റൊരു സ്ഥലത്തൊരു മീറ്റിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പം സിംനയാണ് അത് ഓർഗനൈസ് ചെയ്യുന്ന സിംനൊക്കെ SOP ഉണ്ടാവും. മെട്രോമാക്സിൽ ഒരു മീറ്റിംഗ് നടത്തുന്നു, അത് അനീസ്ക്കാണ് പറയുന്നതെങ്കിൽ മീറ്റിങ്ങിൻ്റെ എത്ര ദിവസം മുമ്പ് അനീസ്ക്കനോട് പറയണം. മെട്രോമാക്സിൽ ഓഫീസിലേക്ക് വിളിക്കണം, അത് പെർമിഷൻ വാങ്ങണം, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, ടീമിനെ ഇൻഫോം ചെയ്യണം, ഇത്ര സമയത്ത് വരണം, ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയായിരിക്കും, റിപ്പോർട്ടുകൾ, പൈസ എങ്ങനെ, കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവുക എന്നുള്ളതാണ് കമ്പനി വലുതാവാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം കമ്പനി അത് ഉണ്ടാക്കാനല്ല, അത് ഓൾറെഡി ഉണ്ട്, അത് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളോട് നിങ്ങളെ SOP ഒക്കെ ചോദിക്കും, കൊടുക്കുക. മൊത്തം ഒരു KPI ആസ്പെക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, ERP ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഹാപ്പിനെസ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഹാപ്പി ആക്കാനുള്ള ഒരു ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റത്തിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കമ്പനി വിൽ കൺസിഡർ ആസ് ഹാപ്പിനെസ് ബ്ലോക്സ്. ഇനി എല്ലാവരുടെ JDയുടെയും കൂടെ അടുത്ത മാസത്തോടു കൂടി നിങ്ങളുടെ സെറ്റ് ഓഫ് ഹാപ്പിനെസ് ബ്ലോക്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ദാറ്റ് വിൽ എഫക്റ്റ് ദ ഹാപ്പിനെസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ റീസെൻ്റ്ലി ഉണ്ടായ ഏറ്റവും വലിയൊരു റിയലൈസേഷനാണ് എന്തെന്ന് ചോദിച്ചാൽ, ഈവൻ CEO ഉൾപ്പെടെയുള്ള C-suite ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഏറ്റവും നല്ല രീതിയിലല്ല, കമ്പനിക്ക് ആവശ്യമുള്ള രീതിയിലല്ല സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത്. ഐ മീൻ എല്ലാവരും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, മീറ്റിംഗ് നടത്തുന്നുണ്ട്, പക്ഷേ കമ്പനിയുടെ ഗ്രോത്തിന് ഏറ്റവും സഹായിക്കുന്ന രീതിയിലല്ല ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ഇൻസൈറ്റ് ആയിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളോടൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ടാസ്ക് ആൻഡ് ആ ഗൂഗിൾ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻസൈറ്റ്, 95% ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവരൊരാഴ്ച 42 മണിക്കൂർ ഓഫീസിലുണ്ടെങ്കിൽ 42 മണിക്കൂറിനുള്ള പണിയില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊക്കെ എഴുതി തന്നു, അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ ഓഡിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. കമ്പനി ഓരോന്ന് പറഞ്ഞ് ഓഡിറ്റ് ചെയ്തതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, നിങ്ങൾ എഴുതി തന്നതിന് പല ആളുകൾക്കും ഒരു ദിവസം 3 മണിക്കൂർ 4 മണിക്കൂർ എന്താണ് പണി എന്ന് എഴുതി തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അത് ആളുകളുടെ പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല, സിസ്റ്റത്തിൻ്റെ പ്രശ്നമായിരുന്നു. സിസ്റ്റം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് ഇൻഡിവിജ്വൽ ആളുകളുടെ പ്രശ്നമാണ് എന്ന് എനിക്കും ഫീൽ ചെയ്യുന്നില്ല. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ
ടൈം ലോഗ് കൊണ്ടുവരാൻ പോവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ഇഷ്യൂ കറക്റ്റ് ചെയ്യും. ERPയിൽ ഈ വീക്ക് തൊട്ടിട്ട് നിങ്ങളെ ലീഡേഴ്സ് പറയും ടൈം ലോഗ് ഉണ്ടായിരിക്കും. ഓരോരോ സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് വർക്കാണ്, ഞാൻ മെൻറ്ററിങ് ആണെങ്കിൽ മെൻറ്ററിങ്, ഓക്കെ, എവറി ഡേ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ദെൻ വി ഹാവ് നെക്സ്റ്റ് തിങ് ഈസ് വി ഹാവ് റിഗാർഡിങ് ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ്സ്. എല്ലാ ആഴ്ചയും നമ്മൾ എന്താ പറയുക, എല്ലാം സിസ്റ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ പറയാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മിനിറ്റ്സ് വരും. എല്ലാ ആഴ്ചയും നമ്മൾ MC എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടല്ല നടത്തുന്നത്. ഓക്കെ, സോ ഇനി തൊട്ടിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് വിൽ ബി ഹാവിങ് ഡിപ്പാർട്ട്മെൻറ്റൽ മീറ്റിംഗ് എവറി വീക്ക്. അക്കാഡമിക്സിൻ്റെത്, മാർക്കറ്റിങ്ങിൻ്റെത്, പ്രൊഡക്ഷൻ്റെത്, അത് അതിനനുസരിച്ച് നിങ്ങൾ ലീഡേഴ്സ് ഡിസൈഡ് ചെയ്ത് തരും. ആൻഡ് ഇറ്റ് വിൽ ബി ഫിസിക്കലി കണ്ടക്റ്റഡ് ഇൻ ദ ഓഫീസ്. ഫിസിക്കലി കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ചില കേസുകളിൽ അതത് ലീഡേഴ്സ് എക്സെപ്ഷൻ കൊടുത്തേക്കാം. പക്ഷേ ലോങ് ടേമിൽ പോസ്റ്റ് ജൂൺ ഓർ ജൂലൈ കംപ്ലീറ്റ് ഫിസിക്കൽ മീറ്റിംഗ് ആയിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം, ആ മീറ്റിങ്ങിൻ്റെ ദിവസം പല പർപ്പസുകളും ഉണ്ടാവും. എവരിബഡി വിൽ ഹാവ് ടു, ഇറ്റ് വിൽ നോട്ട് ബി ഓൺ എ സിംഗിൾ ഡേ. അക്കാഡമിക്സിൻ്റെ ചിലപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൻ്റെ സ്പേസ് അനുസരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് മീറ്റിംഗ് ഇല്ല. അതിൻ്റെ മിനിറ്റ്സ് ഉണ്ടായിരിക്കും, സംഭവങ്ങൾ ഉണ്ടായിരിക്കും, കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. ദെൻ അടുത്തൊരു ആസ്പെക്റ്റ്, കമ്പനി തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ടായിരുന്ന, അപ്പോൾ നമ്മൾ പല ആളുകളും അന്ന് നമ്മൾ അത്ര ക്യാപ്പബിൾ അല്ലാതെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കമ്പനിക്ക് ഏറ്റവും നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാലോ, ഏറ്റവും നല്ല ആളുകൾക്ക് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എല്ലാ കാലത്തും നമുക്ക് ഒരാൾ പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ഒരുപാട് ക്വാളിറ്റിയിൽ ആളെ കിട്ടാൻ ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിനോട് ടൈം ടു ഹയർ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു നമ്മൾ മെഷർ ചെയ്യുന്നത്, ഹയർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്നുള്ളത്. അത് നമ്മൾ ഒഴിവാക്കി. HR ഡിപ്പാർട്ട്മെൻറ്റ് എത്ര സമയം എടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ് ഇപ്പം. ഇനി മെഷർ ചെയ്യുക എടുക്കുന്ന ആൾ കറക്റ്റ് ആളാണോ എന്നുള്ളതാണ്. ആളെടുക്കുക എന്നുള്ളതല്ല, എടുക്കുന്ന ആൾ കറക്റ്റ് ആളാണോ എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ HR ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കാലത്തും ഇനി റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഇവിടെ പോസ്റ്റേഴ്സ് ഉണ്ടാവും. അക്കാഡമിക് കൗൺസിലേഴ്സ് നീഡഡ്, പ്രൊജക്ട് മാനേജേഴ്സ് നീഡഡ്, ഗ്രാഫിക് ഡിസൈനേഴ്സ് നീഡഡ്, കമ്മ്യൂണിറ്റി മാനേജേഴ്സ് നീഡഡ്, എന്നൊക്കെ മെൻറ്റേഴ്സ് നീഡഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ പോസ്റ്റർ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ട് എൻ്റെ പണി പോയോ, ഇന്ന് ഒഴിവാക്കാണോ ഒന്നും ആലോചിക്കേണ്ട. ദിസ് ഈസ് എ നോർമൽ പ്രോസസ്സ്. എല്ലാത്തിനുള്ള അതെന്തിനാന്ന് ചോദിച്ചാൽ നല്ലൊരാളെ കിട്ടാൻ. ഇപ്പോൾ കമ്പനിയുടെ തീരുമാനം 50 ആളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടും ആളെ ആപ്റ്റ് അല്ലെങ്കിൽ 51ാമത്തെ ഇൻ്റർവ്യൂ നടത്തുക. അതാണ് HR-നോട് CEO പറഞ്ഞിട്ടുള്ളത്. 50 ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇനിയും കിട്ടിയില്ല എന്ന് ഒരിക്കലും HR-നോട് ചോദിക്കില്ല. കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോയിൻ്റ് ചെയ്ത ആൾ ശരിയല്ലെങ്കിൽ അത് വേറെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ പോയി HR ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്താൽ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ത്രൂ ഔട്ട് ദ ഇയർ ദർ വിൽ ബി റിക്രൂട്ട്മെൻറ്റ്സ്. അപ്പോൾ നാളെ തൊട്ട് വരുന്ന പോസ്റ്ററുകൾ കണ്ടിട്ട് എൻ്റെ പണി പോകുക, അല്ലെ പുതിയ ആളെ എടുക്കുന്നുണ്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളോട് തന്നെ പറയും. ഞാനൊരു കൺഫ്യൂഷൻ വരേണ്ട എന്ന് പറഞ്ഞതാണ്. സോ ദർ വിൽ ബി അറൗണ്ട് വാക്കൻസി പോസ്റ്റേഴ്സ് ഫോർ ഓൾ പോസ്റ്റ്. എല്ലാ പോസ്റ്റിലേക്കും റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അടുത്ത ഒരു ആസ്പെക്റ്റ്. പിന്നുള്ളൊരു ആസ്പെക്റ്റ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കമ്പനിയുടെ ഇൻറ്റൻഷൻ പറയാമെന്നുള്ളതാണ്. അതായത് PIP എന്ന് പറഞ്ഞൊരു സംഭവം കമ്പനിക്ക് ഉണ്ട്. പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ടൈം എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ എല്ലാ ആളുകൾക്കും എല്ലാ കാലത്തും ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവരെ ഗൈഡ് ചെയ്യുക, അവരെ നോർമലി ഹൈലി പെർഫോമിങ് ഓപ്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടി കമ്പനി തുടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് PIP എന്ന് പറയുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി PIP-യിൽ ഇടുന്ന ആളുകൾ PIP ഇട്ടു എന്നുള്ളൊരു ആസ്പെക്റ്റ് കൊണ്ട് ഗ്രോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, അവർ റെസിഗ്നേഷൻ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കമ്പനി ഒരാളെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ PIP ഇടലാണ് കമ്പനിയുടെ പരിപാടിയെന്ന്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കമ്പനിക്കില്ല. മാത്രമല്ല ഈവൻ കമ്പനി നിങ്ങളൊരാളെ PIP-യിലേക്ക് ഇട്ടാൽ HR അറിയും, അയാളുടെ ലീഡർ അറിയും, അയാളറിയും, അത്രേ അറിയുള്ളൂ കേട്ടോ. നിങ്ങൾ PIP ഇട്ടതുപോലും ഇവിടെ പബ്ലിക് ആക്കൂല. ഇവിടെ മുമ്പൊക്കെ PIP ഇട്ടത് ഇട്ടോലാണത് ജനകീയാക്കൽ. ഇന്ന് PIP കിട്ടി. കമ്പനി വിൽ കീപ് ദാറ്റ് പ്രൈവസി. മുമ്പ് PIP ഇട്ട് ഗ്രോ ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന കൊല്ലങ്ങളോളമായിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്കും അറിയില്ല, അയാൾക്കും ഞങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഒരാളെ PIP ഇട്ട് എന്ന് കരുതി ഇറ്റ് വിൽ നോട്ട് ബി നെവർ എ പബ്ലിക് തിങ്.
ഇറ്റ് വിൽ ബി എ ഹൈലി പേഴ്സണൽ തിങ്. ഇറ്റ്സ് എ ഹൈലി പേഴ്സണൽ ഓപ്ഷൻ ഫോർ യു ടു ഗ്രോ. അപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രോ ചെയ്യുക. ടീമിൽ പോയിട്ട് ഇന്ന PIP ഇട്ട് എന്ന് പറഞ്ഞിട്ട് സീനാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളും HR മാത്രമേ അതറിയുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് ഗ്രോ ചെയ്താൽ യു വിൽ ബി എഗെയിൻ ദ നോർമൽ പ്രോസസ്സ് എന്നുള്ളതാണ് PIP റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളൊരു ആസ്പെക്റ്റ്. പിന്നെയുള്ള ആളുകൾ കമ്പനിയിൽ നിന്ന് പോവും, പല കാരണങ്ങൾ കൊണ്ട് പോവും. അതിൽ അടുത്തൊരു ആസ്പെക്ട് റെസിഗ്നേഷൻ ചെയ്തിട്ടൊക്കെ പോകും. പക്ഷെ കമ്പനി പ്രിഫർ ചെയ്യുന്നത് കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഉള്ള ഗ്രോത്തുകളിലും പൊസിഷനുകളിലും നിങ്ങൾ ഫ്യൂച്ചറിൽ തിരിച്ചു വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി പ്രിഫർ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നേരെ ഒന്ന് റെസിഗ്നേഷൻ കാണുമ്പോൾ നമുക്ക് ചെയ്യാം, ഓക്കെ നമുക്ക് ചെയ്യാം. അതല്ല, കമ്പനി പ്രിഫർ ചെയ്യുന്ന ബെസ്റ്റ് മോഡൽ, നിങ്ങൾക്ക് ചില പ്രധാന കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ HR ഒന്ന് കാണുന്നു, സംസാരിക്കുന്നു, HR ABCD എന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഇത് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ, HR അത് ഡിസ്കസ് ചെയ്യുന്നു, ഓക്കെ, ചിലപ്പോൾ അത് സോൾവ് ചെയ്യുന്നു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു, ചിലപ്പോൾ HR പറയുന്നു അത് സോൾവ് ചെയ്യപ്പെടാൻ പറ്റില്ല, ഓക്കെ, കാരണം നിങ്ങൾ നീഡ് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നു, നിങ്ങൾ പോവുക എന്നുള്ളത്, ഓക്കെ, നിങ്ങൾ പോവുക എന്നുള്ളത്. HR നിങ്ങൾക്ക് മെയിൽ അയക്കുന്നു, വളരെ മ്യൂച്വലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ പോകുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ഗ്രോ ചെയ്യുന്നു, എയ്ഫറും സെപ്പറേറ്റ് ഗ്രോ ചെയ്യുന്നു, ഈ പോസിബിൾ ഫ്യൂച്ചർ നിങ്ങൾ തിരിച്ചു വരുന്നു, വിൽ ബി അഗൈൻ ആൻഡ് ടീം അഗൈൻ. പെട്ടെന്ന് റെസിഗ്നേഷൻ നിങ്ങൾ അയക്കുമ്പോഴാണ് നമ്മളും കാണുന്നതെങ്കിൽ റെസിഗ്നേഷൻ നടക്കും, റെസിഗ്നേഷൻ ലീഗലി പോസിബിളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊളാബറേഷൻ അത്തരത്തിലുള്ള റെസിഗ്നേഷനുമായിട്ട് ചെയ്യാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതിൻ്റെ ടൈമിനനുസരിച്ച് കമ്പനി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നില്ല റെസിഗ്നേഷൻ സ്വീകരിക്കില്ല എന്നുള്ളതൊന്നുമല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി മുമ്പ് പോയ കുറച്ച് ആളുകളൊക്കെ ചില കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. പോകുന്ന ആളുകൾക്ക് പരിഗണന കൊടുക്കേണ്ട, ബട്ട് റെസിഗ്നേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഗണനയില്ല കേട്ടോ. ഓക്കെ, ഇറ്റ്സ് എ കമ്പനി പോളിസി. ഇഫ് യു പുട്ട് എ റെസിഗ്നേഷൻ ഇറ്റ്സ് എ ഡെഡ് എൻഡ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾക്ക് HR സംസാരിക്കുക, അനീസ് ഖാനോട് കണ്ട് സംസാരിക്കുക, ജസീത്തിനോട് കണ്ട് സംസാരിക്കുക, എവറിത്തിങ് വിൽ വർക്ക്, വിൽ ബി ഓപ്പൺ. വൺസ് ദ അതർ സൈഡ് ഇറ്റ്സ് എ ഡെഡ് എൻഡ് ആസ് പെർ ദ കമ്പനി പോളിസി എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെയുള്ളൊരു സാധനം, നിങ്ങളൊക്കെ നന്നായിട്ട് പണിയെടുത്താലും, ഓക്കെ, നിങ്ങളൊക്കെ നന്നായിട്ട് പണിയെടുത്താലും റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളൊരു സംഭവം തോന്നുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം ശ്രമം എടുക്കുന്നുണ്ട്, നമ്മളെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക്, ഒരു കമ്പനിക്ക് നിങ്ങൾ അടിപൊളിയാണെന്ന് മനസ്സിലാവുക നിങ്ങളെ റിസൾട്ട് വെച്ചിട്ടാണ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിസൾട്ട് വെച്ചിട്ടാണ്. എഫേർട്ട് വെച്ചിട്ട് കമ്പനിക്ക്, എഫേർട്ട് മാത്രം വെച്ചിട്ട് കമ്പനിക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ദ തിങ്. ബിക്കോസ് എഫേർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാനുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ജനറൽ തിങ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ജനറൽ തിങ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. വരും ദിവസങ്ങൾ SOP സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും KPI ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ടൈം ലൈനെ കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമെന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ദെൻ we have happiness and appreciation. That's what's happening here. Then coming to the next aspect, നമ്മുടെ പുതുതായിട്ടുള്ള റെയിൻബോ സിസ്റ്റം പ്രകാരമായിട്ട് ബിയോണ്ട് പ്രോമിസ് ലൈഫ് ലോങ് ലേണിംഗ് എന്നത്. ഇപ്പം നമ്മൾ പറയും ബേസിക്കലി ലൈഫ് ലോങ് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എയ്ഫറിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എയ്ഫറിന് ഗ്രോത്തിലൊരു ചലഞ്ചിങ് പ്രശ്നമുണ്ട്, നിങ്ങൾക്കും കുറേ പ്രശ്നമുണ്ട്. നിങ്ങൾക്കും പ്രശ്നം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോബ് ആവില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടാവില്ല, പൊസിഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, ഓക്കെ, ഹൈലി സാറ്റിസ്ഫൈഡ് ആസ്പെക്റ്റിലേക്കൊന്നും ഉണ്ടാവില്ല. ബട്ട് എല്ലാ പ്രോബ്ലത്തിൻ്റെയും റീസൺ എയ്ഫർ സ്ട്രഗിൾ ചെയ്യാനുണ്ടായിരുന്നതിൻ്റെ റീസൺ, നിങ്ങൾ വിചാരിച്ച പൊസിഷനിൽ എത്താത്തതിൻ്റെ റീസൺ, ഇറ്റ്സ് സിമ്പിൾ, ഇറ്റ്സ് എ ലാക്ക് ഓഫ് സ്കിൽ. എയ്ഫറിന് ലാക്ക് ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനിയെ വൃത്തിയിൽ ഗ്രോ ചെയ്യിപ്പിക്കാനും കമ്പനിയെ അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് പ്രോപ്പറായിട്ട് സിസ്റ്റവും SOPയും കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാത്തിനും ഒരു പോളിസി ഉണ്ടാക്കാനും പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും ഇതിനനുസരിച്ച് ഒരു സ്ട്രക്ചറും സിസ്റ്റവും ഉണ്ടാക്കാൻ പറ്റുന്ന, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സ് ഇല്ല എന്നുള്ളതായിരുന്നു എയ്ഫറിൻ്റെ പ്രശ്നം. ദാറ്റ് വാസ് എ പ്രോബ്ലം ഓഫ് എയ്ഫർ. അതാണ് എയ്ഫറിൻ്റെ ലീഡേഴ്സ് ഇപ്പം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എയ്ഫറിൻ്റെ ലീഡ്. ഇപ്പം നിങ്ങൾ പ്രതീക്ഷ പൊസിഷനിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട്, നമ്മളും ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്, ഞാനൊരു ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആൻഡ് അതർ തിങ്സ് എന്നല്ല, ലീഡേഴ്സ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്, ലീഡേഴ്സ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആലോചിച്ചാൽ മതി, ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ആഗ്രഹിച്ച സാലറി കിട്ടുന്നില്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആലോചിക്കുക, കമ്പനിക്ക് നിങ്ങളെ ഈസിലി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് എയ്ഫർ എന്നല്ല, ഏത് കമ്പനിക്കും നിങ്ങൾക്ക് പകരമായിട്ട് ഒരാളെ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചെറിയ സാലറി കിട്ടുള്ളൂ.
ദിസ് ഈസ് എ വേ. എവിടെ കമ്പനിയിൽ പോയാലും നിങ്ങളെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സാലറി, ചെറിയ പൊസിഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എയ്ഫറിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എയ്ഫർ അല്ല ഏതൊരു കമ്പനിക്ക് തന്നെ, ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് സ്കില്ലുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആഗ്രഹിച്ച സാലറിയോ ആഗ്രഹിച്ച പ്രിവിലേജസോ നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റും. അപ്പം സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫോർ ദാറ്റ് വാട്ട് വി ക്യാൻ സേ നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെയോ ലൈഫ് ലേണിംഗ് ആസ്പെക്റ്റിലേക്കോ. അപ്പം വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാണ്, നമ്മൾ TLS വളരെ സക്സസ്ഫുൾ ആവുകയാണ്. ഓക്കെ, നമ്മൾ ദുബായിലാണ്. ഓക്കെ, നമ്മളതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ചിട്ട് അതിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ കൺസേൺസ് ഉണ്ടാവും, സംഭവങ്ങൾ കാര്യങ്ങളുണ്ടാവും, അവർക്ക് ഡിസ്കഷൻ നടത്തേണ്ടി വരും. വിൽ ബി ഹാവിങ് സ്റ്റുഡൻസ് ഫ്രം, ഓക്കെ, ടീച്ചേഴ്സും ആണ്, നോർമൽ സ്റ്റുഡൻസ് അല്ല, സ്റ്റുഡൻറ്റ് ഫ്രം അക്രോസ് ദ വേൾഡ്. ഓക്കെ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, UAE, ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇങ്ങനെയുള്ള രാജ്യത്തു നിന്നുള്ള ടീച്ചേഴ്സായിട്ടുള്ള സ്റ്റുഡൻസ്. ഓക്കെ, ജസ്റ്റ് നോർമൽ സ്റ്റുഡൻസ് അല്ല, പ്രായമായ പഠിപ്പിക്കുന്ന ടീച്ചർമാരായിട്ടുള്ള സ്റ്റുഡൻറ്റ്, അവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്യണം, അവരുടെ മൊത്തം പ്രശ്നം തീർക്കണം. ഒന്ന് ദുബായ് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൾക്ക് റെഡി ആവും നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് സ്കില്ലുണ്ട് എന്നുള്ളത്. ദുബായ് പോകാൻ നിങ്ങൾ റെഡി ആവുമായിരിക്കും, പക്ഷെ അവിടെ എത്തിയിട്ട് ഓക്കെ ഈ ആളുകളുടെ ഒരു പ്രശ്നം, ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ പ്രശ്നമൊക്കെ തീർക്കുന്നുണ്ടല്ലോ, ഇതുപോലെ അവിടെയുള്ള ആളുകളെ, ഡിഫറെൻറ്റ് ഡയമെൻഷനിലെ ആളുകളെ ടീച്ചേഴ്സിന്, ആ ടീച്ചേഴ്സിന് തോന്നും വേണം ഏത് ഇന്നോട് ഈ സംസാരിക്കുന്ന ആൾ ഓക്കെ ഇന്നെ ഒരു ടീച്ചറെ പഠിപ്പിക്കുന്ന ഇവരാണോ എന്നെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നും ചെയ്യരുത്. എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ദിസ് ഈസ് എൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പാല് വെക്കുന്ന കടയിൽ ലാംഗ്വേജ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മിൽക്ക് ടെന്ന് ഇറ്റ്സ് ഓക്കെ, അവിടെ അതേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് നിങ്ങളെ പ്രൊനൗൺസിയേഷൻ, നമ്മളൊക്കെ അടിപൊളിയാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ ലാംഗ്വേജൊക്കെ അവർ കറക്റ്റ് മെഷർ ചെയ്യും. ഇവരാണോ ഇപ്പം ഞങ്ങളെ പെഡഗോഗി പഠിപ്പിക്കാൻ പോകുന്നത്, ഇവരാണോ ഞങ്ങളെ പ്രശ്നം തീർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൾക്ക് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ആലോചിക്കുക. ദിസ് ഈസ് വാട്ട് സ്കിൽ ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, ദിസ് ഈസ് വാട്ട് സ്കിൽ ഈസ് ഓൾ. നിങ്ങളിവിടെ പല ആളുകളും ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എടുക്കാൻ എത്ര ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്കുണ്ട്, ഞാൻ ആർക്കും ഇല്ലാന്നൊന്നുമല്ല പറയുന്നത്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ലൈഫ് ലോങ് ലേണിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്. ബിക്കോസ് ഇൻ ദ എൻഡ് നമ്മളെ ലൈഫ് നമ്മളെ ചോയ്സാണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ഐ ചൂസ് സിഗരറ്റ്സ് ഓർ ഇഫ് ഐ ചൂസ് സ്മോക്കിംഗ്, ഐ ചൂസ് ക്യാൻസർ. സിമ്പിൾ ലോജിക്. If I choose exercise, okay, I choose healthy. അഫ്സല കേട്ടോ, കളിക്കാതെ ഒരു കാര്യമില്ല, ഫുട്ബോളിനൊന്നും കൂടാതെ അങ്ങനെ ഒന്നും ഒരു കാര്യമില്ല. ഇഫ് യു ചൂസ് ഫുട്ബോൾ, യു ചൂസ് ബീങ് ഹെൽത്തി. പക്ഷേ പറഞ്ഞതാണ്, ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ചൂസ് ടു ഗ്രോ, യു ചൂസ് ടു ഹാവ് എ ഹാപ്പി ലൈഫ്. If you choose to be lazy, if you choose not to grow, you always live with the fear of, will I lose my job? Why I'm not getting the money I want? It's all about your option. ഓക്കെ, യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സാണ് കമ്പനിയിലെ ഏറ്റവും അടിപൊളി ആളാവണോ ആവേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളൊരു ചോയ്സാണ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു മാറ്റമാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനം, ഗ്രോത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആദ്യം പറഞ്ഞ ദിസ് ഈസ് നോട്ട് എ സ്കൂളിൻ്റെ ആസ്പെക്റ്റാണ്. ഗ്രോത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് കമ്പനിയുടെയോ ലീഡേഴ്സിൻ്റെയോ റെസ്പോൺസിബിലിറ്റി അല്ല. ബീയിങ് ദ ലീഡേഴ്സ് ദേ മേ ഗൈഡ് യു. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കൺഫ്യൂഷൻ തീരും, എവിടുന്നാണ് ഗ്രോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ അവർ പറഞ്ഞുതരും. അങ്ങനെ പറഞ്ഞില്ല എന്നൊന്നുമില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഗ്രോ. നിങ്ങൾ തന്നെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ടുഗദർനെസ്, ദ ലാസ്റ്റ് വൺ, മൂവിങ് ടുവാർഡ്സ് എൻഡ്. കോർ വാല്യൂസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ യുവർ നോളജ്. നിങ്ങളൊരു സംഭവമാണ്, നിങ്ങൾക്ക് ഭയങ്കര വിവരമുണ്ട്, ഭയങ്കര അക്കാഡമിക് നോളജ് ഉണ്ട്, ഭയങ്കര ടെക്നിക്കൽ നോളജ് ഉണ്ട്, എവ്രിതിങ് ഉണ്ട്. ഓക്കെ, ബട്ട് കോർ വാല്യൂ ഫോളോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അപ്രീസിയേഷനിൽ അത്ര നിങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റത്തിൽ അത്ര താല്പര്യമില്ല. ബീങ് ഫ്രാങ്ക്, യു ഡോണ്ട് ഹാവ് എ പ്ലേസ് ഹിയർ. ലോയൽറ്റി ഓർ ബിലീഫ് ഇൻ കോർ വാല്യൂസ് ആൻഡ് വിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ സ്കിൽ, മോർ ഇമ്പോർട്ടൻറ്റ് ദൻ ടെക്നിക്കൽ നോളജ്, ലിറ്ററൽ നോളജ്. അതെല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും. എനിക്ക് നല്ല വിവരമുണ്ട്, നല്ല അക്കാഡമിക് വിവരമുണ്ട്, കോർ വാല്യൂലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എൻ്റെ വിവരം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പിടിച്ചിരിക്കാന്നുണ്ടെങ്കിൽ യു വിൽ നെവർ, എനിബഡി വിൽ നെവർ.
കുറച്ച് വിവരം കുറവാണെങ്കിലും കോർ വാല്യൂ വിശ്വസിക്കുന്നവരാണ് കമ്പനി പ്രിഫർ ചെയ്യുക. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കുറേ തിയറിയൊക്കെ ഉണ്ട്. ഓക്കെ, ഹൈ ലോയൽ, ലോ സ്കിൽ, ഹൈ ലോയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്ന ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. ആ തിയറിയൊക്കെ ഇൻ്റർനാഷണൽ തിയറീസ് തന്നെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നി എന്തോ ഒരു വിഡ്ഢിത്തരമൊന്നുമല്ല. ദിസ് ഈസ് എ പോളിസി ദാറ്റ്സ് ബീൻ ഫോളോഡ് ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പോൾ പല ആളുകളും പ്രോപ്പറായിട്ട് കമ്പനിയുടെ കോർ വാല്യൂസ് ഫോളോ ചെയ്യാത്തവരുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ദാറ്റ് വിൽ നോട്ട് ബി ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമ്മൾ പല പോളിസീസും നമ്മൾ എടുക്കണമെന്നൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു ബിലീവ് ഇൻ ദ കോർ വാല്യൂ എനി കമ്പനി. പക്ഷെ നിങ്ങൾക്ക് ഈ കോർ വാല്യൂ വിഷനൊന്നും ഒരു ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് ദ കമ്പനി. അത് ഏത് കമ്പനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഏത് കമ്പനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. സോ കോർ വാല്യൂസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ യുവർ നോളജ്, യുവർ അക്കാഡമിക് നോളജ്. അതർ ഇൻ ടു അപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല, ഒരു സുഖമില്ലാത്ത കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കുന്നത്? ഇത് ആളുകൾ ആക്കുകയല്ലേ. ഓക്കെ, എയ്ഫർ നിങ്ങളെ സ്ഥലമല്ല. ഓക്കെ, എയ്ഫർ നിങ്ങൾക്കുള്ള സ്ഥലമല്ല. ആളുകൾ ചെയ്ത നന്മ അടിപൊളിയാണെന്ന് പറയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുടെ സ്ഥലമാണ് എയ്ഫർ. ഓക്കെ, വാട്ട് എവർ ഹാപ്പിനെസ്, ക്രിയേറ്റിംഗ് ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം, അക്കൗണ്ടബിലിറ്റി. എന്തിനാണ് KPI, എന്തിനാണ് ഓരോരോ ടൈം നോട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ SOPൻ്റെ ആവശ്യം, ഓക്കെ, എന്തിനാണ് ഈ റെയിൻബോ സ്കോറിങ്ങിൻ്റെ സിസ്റ്റം? ഇത് വല്ലാത്തൊരു സിസ്റ്റമാണ്. ദാറ്റ്സ് വാട്ട് അവർ കോർ വാല്യൂ അക്കൗണ്ടബിലിറ്റി ഈസ് ഓൾ അബൌട്ട്. ഇഫ് യു ഡോണ്ട് ബിലീവ് ദാറ്റ്, എയ്ഫർ ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ കോർ വാല്യൂ എന്നുള്ളത് വളരെ വളരെ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഗ്രോ ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ ഓക്കെ ഒരുമിച്ചാണ് എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്. ആൻഡ് കമ്മിങ് ടു ദ ഫൈനൽ ആസ്പെക്റ്റ്. ഇത്രയൊക്കെ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ എന്തോ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയോ വലിയ ആക്ഷൻ കമ്പനി എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ കമ്പനിയുടെ ലീഡേഴ്സിന് മുമ്പ് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് കുറേ അറിവില്ലായ്മകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് കുറേ ലാക്ക് ഓഫ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദ കമ്പനി ഈസ് ഗോയിങ് ടു ദ നെക്സ്റ്റ് വേർഷൻ ഓഫ് എയ്ഫർ. ഇനി നമ്മളുള്ളത് എയ്ഫറിൻ്റെ 3.0 എന്ന് പറയുന്ന ഒരു വേർഷനിലേക്ക് എയ്ഫറും നമ്മളെല്ലാവരും പ്രവേശിക്കാൻ പോകണം. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണിത് ഈ ഒരു പോയിന്റുകൾ, ഈ ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ബിക്കോസ് ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വേർഷൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സിസ്റ്റം മൊത്തം ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവുമല്ലോ. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ ആളുകളെ ലേ ഓഫ് ചെയ്യാണ്, പണി പോവാണ്, ആളുകളെ എണ്ണം കുറക്കുകയാണ്. അതല്ല ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിലവ് കുറക്കുക, ഒന്ന് റവന്യൂ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ദിവസം 4 മണിക്കൂർ പണിയുള്ള ആൾക്ക് അടുത്ത 4 മണിക്കൂർ കൂടി വേറെ പണി കൊടുത്തിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, നെവർ തിങ്ക് ഒപ്റ്റിമൈസേഷൻ ഈസ് ഓൾവേസ് കട്ടിങ് ഡൗൺ. അങ്ങനെ ഒരിക്കലും ഒന്ന് അവസാനത്ത് കട്ട് ചെയ്ത് അങ്ങ് തീരും കേട്ടോ. ഓക്കെ, അവസാനം ഒന്നുമില്ലാതെ വീണ്ടും ഞാനും ജസീർക്കൊക്കെ മാത്രമായി മാറും. അതിൽ കാര്യമില്ല. ദാറ്റ് വിൽ നെവർ മേക്ക് എ സിസ്റ്റം സർവൈവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാണ്. വി ഹാവ് ആൻ അഡ്വാൻസ്ഡ് സിസ്റ്റം, SOP സിസ്റ്റം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അറിവിൽ നമ്മളെ ചുറ്റുവട്ടത്തിൽ ഒരു സ്റ്റാർട്ടപ്പിലും ഒരു കമ്പനിക്കും നമ്മളെ ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ള റെയിൻബോ സിസ്റ്റം പോലെയുള്ള ഒരു അസസ്മെൻറ്റ് സിസ്റ്റമേ ഇല്ല. വൺസ് റെയിൻബോ സിസ്റ്റം നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ERPയിൽ അവരുടെ ആ മാസത്തെ റെയിൻബോ സ്കോർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും എൻ്റെ റെയിൻബോ സ്കോർ ഇന്ന് 68ആണ്, നാളെ 69ആണ്. ഓക്കെ, എല്ലാവരുടേതും കാണും. ഈ മീറ്റിങ്ങിന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ മാസത്തെ മന്ത്ലി പെർഫോമർ എന്നുള്ളത്. ഓരോ ശമ്പളം കൂട്ടുമ്പോൾ വിനീഷിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ശമ്പളം ഇത്ര ശതമാനമായിരിക്കും കൂടുക എന്നുള്ളത്. ഓക്കെ, വിനീഷ് ഒരു സീരിയസ് കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് പോകുമ്പോൾ നിങ്ങൾക്ക് റെയിൻബോ സ്കോർ നോക്കിയിട്ട് മനസ്സിലാവും പുറത്താക്കാനല്ല എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത്. ഞാൻ റെഡിലല്ല, അതിൻ്റെ സോണിലല്ല. ഐ ആം ഷുവർ എവ്രിതിങ്. ആ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള റെയിൻബോ സ്കോറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കമ്പനി ഒരു പ്രൊമോഷൻ വരികയാണെങ്കിൽ ഞാനാണ് അടുത്തതാണ്. ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് റെയിൻബോ സിസ്റ്റം അത് ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അസസ്മെൻറ്റ് സിസ്റ്റം എൻ്റെ അറിവിലൊരു കമ്പനിക്കില്ല കേട്ടോ. ലോകത്ത് വലിയ ഗൂഗിളിനൊക്കെ ഉണ്ടാവുമായിരിക്കും, എൻ്റെ അറിവിലാണ് ഞാൻ പറയുന്നത്. ഈ ചുറ്റുവട്ടത്തിലുള്ള എൻ്റെ പരിചയത്തിലുള്ള ആളുകൾ നടത്തുന്ന ഒരു കമ്പനിയിലുമില്ല. വെദർ ഇറ്റ്സ് സൈലം, വെദർ ഇറ്റ്സ് എക്സ്, വെദർ ഇറ്റ്സ് വൈ, വെദർ ഇറ്റ്സ് സി, ഞാൻ കമ്പനിയുടെ പേരുകളൊന്നും പറയുന്നില്ല. ഓക്കെ, കമ്പനികൾക്കൊന്നുമില്ല. സോ വി ഹാവ്, അതായത് എല്ലാ കമ്പനികളും എല്ലാ കാലത്തും പ്രശ്നം വരെ എവിടെയെന്ന് ചോദിച്ചാൽ കമ്പനി വലുതാവുമ്പോൾ ചില പ്രത്യേക ലീഡേഴ്സ് ഉണ്ടാവും. ആ ലീഡേഴ്സിന് ചില പ്രത്യേക ആളുകളോട് താല്പര്യം ഉണ്ടാവും. മനുഷ്യന്മാരുടെ കാര്യമാണ്. ചില പ്രത്യേക ആളുകളോട് താല്പര്യം ഉണ്ടാവില്ല. ആ താല്പര്യമില്ലാത്ത ആളുകൾ പോവും. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് അർഹിക്കാത്ത ബെനിഫിറ്റ്സ് കിട്ടും, പ്രിവിലേജസ് കിട്ടും. ഇത് അവിടെ ഒരു ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് ആവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ബട്ട് വൺസ് വി ഹാവ് ദാറ്റ് റെയിൻബോ സിസ്റ്റം ദാറ്റ് വിൽ നോട്ട് വർക്ക്.
റെയിൻബോ സിസ്റ്റത്തിൽ ഗ്രീൻ ആയിട്ടുള്ള പൊസിഷനിലായിട്ടുള്ള ഒരാളെ പുറത്താക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അണ്ടിൽ ആൻഡ് അൺലെസ് ഹൈലി ഡിസിപ്ലിനറി ആക്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ട ഡിസിപ്ലിനറി ആക്ഷൻ അല്ലാതെ. അതിപ്പോൾ അയാളുടെ ലീഡർ വന്നിട്ട് HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഓക്കെ HR ഡിപ്പാർട്ട്മെൻറ്റ് പുറത്താക്കില്ല. ഓക്കെ, ഏതൊരാൾ പറഞ്ഞാൽ ബിക്കോസ് ദാറ്റ്സ് വാട്ട് റെയിൻബോ സിസ്റ്റം, ദാറ്റ് മച്ച് ട്രാൻസ്പെറൻസി ഇറ്റ് വിൽ ബി. ഓക്കെ, ഇറ്റ് വിൽ ബി എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. സോ വി ഹാവ് ദ ബെസ്റ്റ് സിസ്റ്റം, വി ആർ ഗോയിങ് ടു 3.0. ഓക്കെ, വി ഹാവ് ദ ബെസ്റ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സീസ്യൂട്ട്, ജസീദ്, സൈനു, ബിൻഷാദ്, വിനീഷി, നമ്മളൊക്കെ കൂടുതലായിട്ട് എയ്ഫറിൻ്റെ അടുത്ത ലെവലിലേക്ക്, അത് UAE ആവട്ടെ, നമ്മളെ പബ്ലിക്കേഷൻ ഡിവിഷൻ ആവട്ടെ, അടുത്ത ലെവലിലേക്ക്, അടുത്ത എക്സാമിലേക്കാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി അതിൻ്റെ ഗ്രോത്ത്, ഇനിയുള്ള ഗ്രോത്ത്, ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ, ഇതിൻ്റെ SOPs, ഓക്കെ, ഞാൻ പറഞ്ഞ പോളിസി ആസ്പെക്റ്റിൽ ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ കമ്പനി ചെയ്യുമെന്ന് ഓക്കെ നമുക്ക് ഉറപ്പുള്ളത്, ലീഡേഴ്സിന് ഉറപ്പുള്ളത് നമ്മളെ അടുത്ത സെറ്റ് ഓഫ് ഓക്കെ ലീഡേഴ്സ് ഉള്ളത് കൊണ്ടാണ്. കമ്പനിയുടെ അടുത്ത സെറ്റ് ഓഫ് ലീഡേഴ്സാണ് നമ്മളെ ഏറ്റവും വലിയ ധൈര്യം എന്നുള്ളത്. സോ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ബട്ട് ബേസിക്കലി വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു ഓരോരുത്തരെയും നമ്മളെല്ലാ ലീഡേഴ്സിനെയും ഒന്ന് വിളിക്കണമെന്നുണ്ട്. ദേ വിൽ ബി കമ്മിങ് ഫോർവേഡ്, ദോസ് ഹു ആർ ഗോയിങ് ടു ടേക്ക് എയ്ഫർ ടു ദ 3.0 വേർഷൻ. ഓക്കെ, 3.0 വേർഷൻ അവർ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, വി ഹാവ് മീറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, so we have firstly we have our project leaders. Okay, Nishwa, please come forward. Jesse, തുടക്കത്തിലെ ചോക്ലേറ്റ് കൊടുക്കും, വരുന്നവർക്ക് അവസാനം ചോക്ലേറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Then we have the leaders Anshila, then we have Vrinda, then in no particular order we have Tingle, we have Anandu, we have Arya, we have Saufira, we have Rashid, we have Nitya, we have Asna, we have Shuhaib, we have Simna, we have Razal, Shilpa, Javi, Sayana Sarali vannilla. Okay, Janisha, we have Janisha. That's it, Simna. Then we have the C-suite also. Okay, we have Sainu, Fahima, okay, Vinish and Jasid. Tingle വിളിച്ചല്ലേ? അത് തരാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. അവരെ വിളിച്ചൊന്നുമല്ല അല്ലേ? ഈ മുട്ടായി കിട്ടിയിട്ട് പോവാണ് റസലെ. ഇത് എന്ത് നിക്കലാടോ, ഒരു ഫ്ലോ അല്ലാത്ത നിക്കൽ, ഒരു വൃത്തിയില്ല സ്റ്റേജിൽ കയറി നണ്ടി. ഒന്നുമില്ല, ഇവരെ വിളിച്ചൊന്നുമല്ല. I want to show to you, I want to show to the world the team who is taking Eifer to Eifer 3.0. Okay, Eiferന്റെ അടുത്ത വേർഷനിലേക്ക് ഞാനും ബാക്കിയുള്ള C-suite മെമ്പേഴ്സും ഒക്കെ ഓക്കെ അടുത്ത ഗ്രോത്തിനെ കുറിച്ച് പുതിയ ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ എയ്ഫറിനെ പുതിയ എയ്ഫർ ആക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള സെറ്റ് ഓഫ് ലീഡേഴ്സ് ആണ്. ആ ലീഡേഴ്സിനെ നിങ്ങളെ മുന്നിൽ ഒഫീഷ്യലി അവതരിപ്പിക്കണം എന്ന് കരുതി ഒന്നിനല്ല. ഇവർ നാളെ തൊട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ചോ മാത്രമായിരിക്കണം എന്നില്ല അവർ സംസാരിക്കുന്നത്. ഓക്കെ, നാളെ ടിങ്കിൾ വന്നിട്ട് ചിലപ്പോൾ അജുവിനോടൊക്കെ സംസാരിക്കും കമ്പനിയെക്കുറിച്ച്. അജു, ടിങ്കിൾ എന്തിനാണ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് കരുതണ്ട. ടിങ്കിൾ ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ടേക്കിംഗ് എയ്ഫർ ടു ദ നെക്സ്റ്റ് വേർഷൻ. ഓക്കെ, എയ്ഫറിൻ്റെ എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ലീഡേഴ്സ് എന്ന് പറയുന്നത്. ദേ വിൽ ഹാവ് ദ ഓപ്ഷൻ ടു ടോക്ക് ടു യു, ഡിസ്കസ് വിത്ത് യു റിഗാർഡിംഗ് ദ കമ്പനി. യു ആൾസോ വിൽ ഹാവ് ദ ഓപ്ഷൻ ടു ഡിസ്കസ് വിത്ത് ദം റിഗാർഡിംഗ് ദ കമ്പനി. നിങ്ങൾക്ക് ടാസ്ക് ഏരിയ അതൊക്കെ നിങ്ങളെ ലീഡർമാർ തന്നെയായിരിക്കും. ടാസ്ക് സംഭവങ്ങൾ എന്നുള്ളതല്ല, ഓവറോൾ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിനായിട്ടുള്ള ആളുകളാണ്. സോ ദിസ് ഈസ് എ സൂപ്പർ ലീഡർ ടീം. ഓക്കെ, ലീഡർഷിപ്പ് ആയിട്ടുള്ള സൂപ്പർ ടീമുകളാണ്. അതാണ് ഇത് 3.0 എത്തുമെന്ന് ഉറപ്പ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, തൽക്കാലം ലീഡേഴ്സിന് പോയിരിക്കുക. മുട്ടായിട്ടില്ല.
പോക്കറ്റിലുണ്ട് അല്ലേ? ഷിപ്പിന് മുട്ടായി പോക്കറ്റിലുണ്ട്. Then we have we are already in first in our sector. UGC net നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആണ്. We have one of the best alumni in India. ബെസ്റ്റ് അലുമിനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്പറിലല്ല, ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നോർമൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്. ആർട്സ് സയൻസ് പോലെയുള്ളത് PhD, ഡോക്ടറേറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അലുമിനി ഉള്ള ഒരു ടീം നമ്മളായിരിക്കും. ഓക്കെ, എയ്ഫറൈറ്റ്സ് ആയിരിക്കും എന്നുള്ളതാണ്. വി ഹാവ് സച്ച് എ ബിഗ് അലുമിനി പവർ in terms of academic qualification, and also we have that attachment with our students. And finally, കുറേ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, എഡ്യൂക്കേഷൻ എന്താണ് ഐഫർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നു. ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് കോച്ചിങ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഐഫർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമാണ്. നമ്മളാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഔട്ട്കമായിട്ട് നമ്മളാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JRF ക്ലബ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മളാണ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. മദേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന 2 വയസ്സിന് താഴെയുള്ള ഇനീഷ്യലി അമ്മമാർക്ക് നമ്മൾ ആദ്യമായിട്ട് 50% ഓഫർ കൊടുത്തത് 2 വയസ്സിന് താഴെയുള്ള അമ്മമാർക്കായിരുന്നു. അന്ന് നമ്മൾ കൊടുത്ത ടാഗ് ലൈൻ ഇതായിരുന്നു, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ബി എ മദർ ആൻഡ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദ സെയിം ടൈം, ദാറ്റ്സ് വൈ വി ഹാവ് 50% ഓഫർ ഫോർ യു എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ വി വർ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. വി സ്റ്റിൽ ഹാവ് എ മദേഴ്സ് ഓഫർ. വേറെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഏതെങ്കിലും കമ്പനി കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇൻ എ ഡിഫറെൻറ്റ് വേർഷൻ, ഡിഫറെൻറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, വി ആർ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ, മേ ബി ഫസ്റ്റ് ഇൻ ദ വേൾഡ് ടു കണ്ടക്ട് റിഫ്ലക്ഷൻ. തോറ്റ കുട്ടികളുടെ മീറ്റിംഗ് നടത്തിയ ലോകത്തെ ആദ്യത്തെ കമ്പനി നമ്മളാണ്. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ അന്ന് രാത്രി തോറ്റ കുട്ടികളുടെ മീറ്റിംഗ് നടത്തും. കാലിക്കറ്റ് MSS ഹാൾ എടുത്ത് വരെ തോറ്റ കുട്ടികളുടെ മീറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ട്, ഫോട്ടോ വരെ ഇറക്കിയിട്ടുണ്ട്. തോറ്റ കുട്ടികളെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സമ്മാനം വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ പല കുട്ടികളും അടുത്ത എക്സാമിന് ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എക്സാമിന് വി ആർ ദ ഫസ്റ്റ് ടു ടോക്ക് ഡിസ്കസ് അബൌട്ട് റിഫ്ലക്ഷൻസ്. ഓക്കെ, തോൽവിയെക്കുറിച്ച്, ആളുകൾ തോൽക്കുന്നതിനെ കുറിച്ച്, തോറ്റതിനെ കുറിച്ച്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് സെലിബ്രേറ്റിംഗ് ഫെയിലിയർ, ഇറ്റ്സ് അബൌട്ട് accepting failure, it's about normalizing failure, it's about learning to what we can say fight against failure. Then we were the first to introduce different academic concept. കൂടുതൽ പോകുന്നില്ല, blueprints, the concept of lexicon, Eifering days, academic aspectലേക്കാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റുകൾ. നമ്മളാണ് ബിയോണ്ട് പ്രോമിസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കുട്ടികൾ പ്രതീക്ഷിക്കുക 100 മണിക്കൂർ അവറുള്ള ക്ലാസ് ഒരു 80 അവർ 75 അവർ ആകുമ്പോൾ എങ്ങനെയെങ്കിലും 100 ആക്കി തരണം, 25 കുറവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം കുട്ടികൾ വിശ്വസിക്കുക 110 കഴിഞ്ഞിട്ട് ഒരു 10 കൂടിയും കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കൾച്ചറാണ്. ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞ അത്ര മണിക്കൂർ ക്ലാസ് ഐഫർ എടുത്തില്ല എന്ന് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല, പ്രൊവൈഡഡ് ആ കുട്ടി ആദ്യം തൊട്ടേ ഉണ്ടെങ്കിൽ കേട്ടോ. ഈ അവസാന അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ തുടങ്ങിയ സമയത്ത് ഐഫറിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് കൊടുത്ത മണിക്കൂറുകളെക്കാളേറെ ഐഫറിൽ ക്ലാസ്സുകളും ഉണ്ടാവും, ഫീച്ചേഴ്സും ഉണ്ടാവും, 100% ഉറപ്പാണ്. ഈ ബാച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പം തുടങ്ങിയതല്ലാത്ത പല ഫീച്ചേഴ്സും ഇപ്പോൾ ഈ ബാച്ചിന് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ ഫീച്ചേഴ്സും വരാൻ പോകുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്, ബിയോണ്ട് പ്രോമിസ്. ദെൻ വി ആർ ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എജു റീൽസ്. ഇൻസ്റ്റാഗ്രാം റീല് പോലെ പഠിക്കുന്ന കാര്യങ്ങളുടെ 1 മിനിറ്റിൻ്റെ വീഡിയോ 1000-ലധികം റീലുകൾ ഇപ്പോൾ ഉണ്ട്. റീലുകൾ മാത്രം വെച്ചിട്ട് നമ്മൾ അക്കാഡമിക് കോഴ്സുകൾ തുടങ്ങാൻ പോകുന്നുണ്ട്. ഓക്കെ, വി വർ ദ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ടു ഇൻട്രൊഡ്യൂസ് എ കോൺസെപ്റ്റ് ഓഫ് എജു റീൽസ്. ഓക്കെ, NTA സ്വന്തമായിട്ട് റിസർച്ച് ഫെലോഷിപ്പ് നടത്താത്തപ്പോൾ എയ്ഫർ സ്വന്തമായിട്ട് റിസർച്ച് ഫെലോഷിപ്പ് നടത്തി തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. വി ഹാവ് എയ്ഫർ റിസർച്ച് ഫെലോഷിപ്പ്, സ്റ്റുഡൻറ് ഗ്രോത്ത് റിപ്പോർട്ട്. തുടർച്ചയായിട്ട് 24 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്ത് നെറ്റിൻ്റെ ക്ലാസ് ഒരു രാത്രി ഞാനും ഫാസിൽക്കും നമ്മളെല്ലാവരും കൂടി ഷെബിനൊക്കെ എടുത്തു. അതിന് തെളിവ് ഇപ്പോഴും ഇല്ല, കാരണം അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് യൂട്യൂബിൽ 24 മണിക്കൂർ ലൈവ് എടുത്ത പോലെ റെക്കോർഡ് വെക്കൂല എന്ന് മനസ്സിലായത് കേട്ടോ. 11 മണിക്കൂർ അവർ മാക്സിമം വെക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ തെളിവൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. മോർ ദാൻ 1 lakh വ്യൂ ഒക്കെ വന്ന വീഡിയോസാണ്. ദെൻ വി ഹാവ് ദ സിസ്റ്റം ഓഫ് ഫീമോ. ഇന്ത്യയിലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിലേക്ക് അഡ്വാൻസ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. എക്സ്ക്ലൂസീവായിട്ട് ഫസ്റ്റ് ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയതാണ്. ഓവറോൾ വി കോൾ ഇറ്റ് എസ് ഇമോടെക് ലേണിംഗ് സിസ്റ്റം. ഓക്കെ, ഇമോഷണൽ ടെക്നോളജിയും യുണീക്കായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ എല്ലാ കാലത്തും ഒരുപാട് പുതുതായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. യു ക്യാൻ നെവർ സീ എ ലോട്ട് ഓഫ് എക്സാം, എ ലോട്ട് ഓഫ് മെറ്റീരിയൽസ്,